വാക്കുകൾക്ക് മാരകമായ പ്രഹരശേഷിയുണ്ട്. സർവസംഹാര ആയുധങ്ങളെക്കാൾ ചില വാക്കുകൾ നമ്മളെ അഗാധമായി മുറിവ് വരുത്താറുണ്ട്. വിശേഷിച്ചും ഈ പുതിയ കാലത്ത് വാക്കുകൾ കൊണ്ട് മുസ്ലിം സമുദായം വളരെയധികം വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ലെറ്റർ ബോംബിലെ പ്രതിയായ മുഹ്സിനെ ഓർമ്മയുണ്ടായിരിക്കും. കേരളത്തിൽ ആദ്യമായി നൂതനമായ ഒരായുധം വികസിപ്പിച്ചെടുത്തു എന്നതാണ് നമ്മൾ പത്രദ്വാര മുഹ്സിൻ എന്ന ഒരു മുസ്ലിം യുവാവിലൂടെ അറിഞ്ഞുവെച്ചത്. മുഹ്സിൻ ആഗോളതലത്തിൽ വേരുകളുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ അനുയായിയാണ് എന്നാണ് നമ്മളോട് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞത്. മുഹ്സിന് 2 തേറ്റപ്പല്ലുകൾ വരച്ചു വയ്ക്കാനും മുഹ്സിന്റെ തലയിൽ ഭീകരതയുടെ ചിഹ്നമായ 2 കൊമ്പുകൾ പ്രതിഷ്ഠിക്കാനും നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. ഒടുവിൽ ഇന്ന് നമ്മൾ അറിയുന്നത് ലെറ്റർ ബോംബിന്റെ പിറകിൽ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ മുഹ്സിനല്ല എന്നും യഥാർത്ഥ പ്രതി രാകേഷ് എന്ന മറ്റൊരു യുവാവാണ് എന്നുമാണ്. രാകേഷ് മുഹ്സിൻ എന്ന യുവാവിന്റെ തലയിൽ ഭീകരതയുടെ ചിഹ്നം പതിച്ചു നൽകിയത്. യഥാർത്ഥത്തിൽ ഈ ഭീകരവാദ ആക്രമണം മുഹ്സിനെതിരെ മാത്രമായിരുന്നില്ല, മുഹ്സിൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായത്തിനെതിരെയായിരുന്നു. രണ്ടാമതൊരു വാക്കുകൊണ്ടുള്ള ആക്രമണമാണ് ലവ് ജിഹാദ്. കേരളത്തിൽ വളരെ സ്നേഹ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടിയിരുന്ന മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ പരസ്പര വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സംശയത്തിന്റെയും വിത്തുപാകിയ ലവ് ജിഹാദ് വരുത്തിത്തീർത്ത വേദനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇനിയും മാഞ്ഞുപോയിട്ടില്ല. ലവ് ജിഹാദ് എന്ന ഇല്ലാത്ത കഥകൾ പടച്ചുവിട്ട് വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഫലമായി ഒരു സമുദായത്തെ തിരിച്ചു നടക്കാനാവാത്ത വിധം ആക്രമിക്കുകയായിരുന്നു നമ്മുടെ ചുറ്റും നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിലോമതയുടെ, വിദ്വേഷത്തിന്റെ, അക്രമത്തിന്റെ വഴിയിൽ നിന്നും കൊയ്തെടുക്കാമെന്ന് വിചാരിക്കുന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വാക്കുകൾക്ക് മാരകമായ പ്രഹരശേഷിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ശരീരം കൊണ്ടുള്ള അക്രമവും വാക്കുകൊണ്ടുള്ള ആക്രമണം ക്രമവുമാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വാക്കുകൊണ്ടും ശരീരം കൊണ്ടും അവൻ അക്രമം പ്രവർത്തിക്കാവുന്നതല്ല. വാക്കുകൊണ്ടുള്ള ആക്രമണം ക്രമവും ശരീരം കൊണ്ടുള്ള ആക്രമണം അക്രമവും ആയി നമ്മുടെ ഇടയിൽ നിന്ന് ചിലരെങ്കിലും ഒരു പുതിയ രീതിശാസ്ത്രം ചമച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന് ഏറ്റവും അരോചകവും ഏറ്റവും അസ്വസ്ഥജനകവുമായ വാക്കാണ് വിഗ്രഹാരാധകൻ എന്ന് പറയുന്നത്, ആൾ ദൈവം എന്ന് പറയുന്നത്, പ്രതിഷ്ഠ, പൂജ, ഇത്തരം വാക്കുകൾ കൊണ്ട് ഒരു മുസ്ലിമിനെ അഗാധമായി നോവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് അതിക്രൂരമായി
സമുദായത്തിന്റെ ഇടയിൽ ഭത്സനം നടത്താൻ കഴിയും എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ പദാവലികൾ കൊണ്ട് നമുക്കിടയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ സുപ്രധാനരായ ചില പണ്ഡിതന്മാരെയും ചില സമുദായത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് നേരെ മറ്റൊരു മുസ്ലിമിന് ഉപയോഗിക്കാൻ പാടുള്ള വാക്കാണോ വിഗ്രഹാരാധകൻ എന്ന് വളരെ വിനയപുരസ്സരം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടുത്തെ സോളിഡാരിറ്റി സുഹൃത്തുക്കളോട്, ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ ഇടം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ജുഗുപ്സാവഹമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും. നമ്മൾ ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് ഭരണം കൈയാളിയ ചിലരെ നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റും. ഹിറ്റ്ലർ വളരെ ക്രൂരമായ വാക്കുകൾ കൊണ്ടാണ് ജർമ്മനിയിൽ അധികാരം നേടിയെടുത്തത്. അവിടുത്തെ ജൂതന്മാരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജ്യത്തെ നശിപ്പിക്കുന്നവർ എന്നായിരുന്നു. ഇനിമേലിൽ ഹിറ്റ്ലർക്ക് ജൂതരെ വെടിവെച്ചു കൊല്ലുന്നതിനോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ട് ചുട്ട് ഭസ്മമാക്കുന്നതിനോ യാതൊരു വിലക്കുമില്ല എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ഒരു രീതിശാസ്ത്രം. ഹിറ്റ്ലർ ഇതിനുവേണ്ടി രൂപപ്പെടുത്തിയെടുത്തത് ഗീബൽസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ചിന്താ പദ്ധതിയായിരുന്നു. അങ്ങനെയാണ് ലോകത്ത് ഫാഷിസം അധികാരത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് സെപ്റ്റംബർ 11 ഓർമ്മയിലുണ്ട്. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 11 ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ പ്രാരംഭമായിരുന്നു. സെപ്റ്റംബർ 11 മുതലല്ല ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെ വെച്ചും ഏത് സമയത്തും ആക്രമിക്കപ്പെടുമെന്ന ഒരു ബോധം രൂപപ്പെടുത്തിയെടുത്തത്. അതിനു മുമ്പ് തന്നെ ചില മുസ്ലിങ്ങളെ, വിശേഷിച്ചും മുസ്ലിം ചിഹ്നങ്ങളെ ചൂണ്ടി അപകടകാരികളാണ് ഇവർ എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയായിരുന്നു സാമ്രാജ്യത്വം ചെയ്തത്. അതിലൂടെ ഏത് സമയവും ഏത് സ്ഥലത്ത് വെച്ചും ഏത് സന്ദർഭത്തിലും ഏതൊരു രാഷ്ട്രത്തിലും ഒരു മുസ്ലിമിനെ ആക്രമിക്കാം എന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയെടുത്തത്. ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നത് ഗുജറാത്ത് വംശഹത്യാ കാലത്തേക്കാണ്. സന്ദേശ്, ഗുജറാത്ത് സമാചാർ എന്ന് പറയുന്ന 2 പത്രങ്ങളാണ് ഗുജറാത്തിലെ വംശഹത്യയ്ക്ക് എരിവും പുളിയും പകർന്നു നൽകിയത് എന്ന് നമുക്ക് ഗുജറാത്തിന്റെ ചരിത്രം പഠിച്ചാലും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇത്രനേരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മുഴുവനും രാഷ്ട്രീയമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി വളരെ ഹീനമായ തന്ത്രങ്ങൾ മെനയുന്ന ചില ശക്തികളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ നമുക്കിടയിൽ വളരെ സുന്ദരമായ പേരുകൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഇതേ തന്ത്രം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അവരെ സംബന്ധിച്ച് ഈ സമൂഹത്തിന്റെ ഇടയിൽ മാന്യമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തം, ഒരു ഐഡിയോളജി മുന്നിലില്ലാത്ത സന്ദർഭത്തോളം കാലത്തോളം ഇതല്ലാത്ത മറ്റൊരു വഴിയുണ്ട് എന്ന് വിചാരിക്കുന്നതിന് ഒരു ന്യായവുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു ബഹുസ്വര രാജ്യത്ത് ഉയർത്തിവെക്കാവുന്ന ഒരു സിദ്ധാന്തവുമായല്ല ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കിടയിൽ വേരോട്ടമുണ്ടാക്കുന്നതിനു വേണ്ടി ഇവിടെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളെ തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട്
ഇവിടെ വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ തകർക്കുന്നതിനു വേണ്ടി ഏത് ഹീനമായ വഴികളും അവർ പരീക്ഷിക്കും, പ്രയോഗിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമം, ദിനപത്രം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി തെളിവുകൾ നിരത്തി തരുന്നുണ്ട്. പ്രബോധനം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ, മൗദൂദികളുടെ ഔദ്യോഗികമായ സംഘടന സന്ദേശ പ്രചാരണ മാധ്യമം ഇതിൽ വ്യക്തം ഈ യാഥാർത്ഥ്യം പറയും. പ്രബോധനം എന്നവരാണ് ഞാനിരിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിലായി പ്രബോധനം പുറത്തിറക്കിയ ചില എന്തിനാണ് നമ്മൾ ഈ തെരുവിൽ മുസ്ലിം സമുദായം വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ പരസ്പരം വിഴുപ്പലക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ സംവാദങ്ങൾ നടത്തുന്നത്? വളരെ പരിതാപകരമായ, ദാരുണമായ അവസ്ഥയിലാണ് മുസ്ലിങ്ങളുടെ ഗതി എന്ന് പറയുമ്പോൾ ഈ സമുദായത്തെ ഗുണപരമായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ ശേഷിയെ, കഴിവുകളെ നിർമ്മാണത്തിന് നമുക്ക് പരസ്പരം സഹകരിച്ചുകൂടെ? നമുക്കിടയിൽ ആരോഗ്യകരമായ സംവാദത്തിന് വേണ്ടിയുള്ള വേദികളല്ലേ ഒരുക്കേണ്ടത്? വളരെ നിസ്സാരമായ തർക്കങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ തെരുവിൽ LCD ക്ലിപ്പുകളുമായി പരസ്പരം വിഴുപ്പലക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് നമുക്ക് ഈ ഏർപ്പാടുകൾ നിർത്തിവെച്ചൂടെ? കേരളത്തിലെ പണ്ഡിതന്മാർക്ക്, സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് ഇനിയും മാറി ചിന്തിക്കാൻ ആയിട്ടില്ലേ? നമുക്ക് ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഔന്നത്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചുകൂടെ? എത്ര മഹോന്നതമായ ഒരാശയമാണ്! എന്തൊരു മനോഹരമായ വാക്കുകളാണ്! ഇത്രമേൽ ഭംഗിയുള്ള ഒരു വാക്ക് നമ്മൾ എവിടെ നിന്നാണ് വായിക്കാൻ കഴിയുക? നിങ്ങൾക്ക് പ്രബോധനത്തിലല്ലാതെ വായിക്കാൻ കഴിയില്ല. എന്നിരിക്കെ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിത പ്രതിഭയ്ക്ക് നേരെ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ പോലും ഉന്നയിക്കാത്ത ഒരാരോപണം ഉന്നയിക്കുന്നു? കാന്തപുരം ഉസ്താദ് വിഗ്രഹാരാധകനാണെന്നോ ആൾ ദൈവമാണെന്നോ ഇടനെഞ്ചിൽ കൈചേർത്ത് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി കുഞ്ഞുങ്ങൾക്ക്, സോളിഡാരിറ്റി കുട്ടികൾക്ക് പറയാൻ കഴിയുമോ? ഈ ചോദ്യം, ഈ വർത്തമാനം ബഹുമാനപ്പെട്ട ആരിഫ് അലി എന്ന നിങ്ങളുടെ അമീറിന് നേരെ ഞങ്ങൾ ചൂണ്ടിയാൽ നിങ്ങൾക്ക് ദഹിക്കുമോ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? ആരിഫ് അലിക്കെതിരെയോ നിങ്ങളുടെ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠർക്ക് നേരെയോ നിങ്ങൾ ആദരവുകളോടെ, ഓ അബ്ദുള്ള എന്ന നിങ്ങളുടെ പഴയ സഹയാത്രികൻ ഇന്നലെ വന്ന് എന്ത് വിളിച്ചു പറഞ്ഞാലും അത് മുത്തുനബി എന്ന വാക്കുപോലും ഉപയോഗിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മുത്തുനബി എന്ന് പറയുന്നിടത്ത് നിങ്ങളിൽ അറിയാതെ രൂപപ്പെട്ടു വരുന്ന ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് മേലിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു പദം പ്രയോഗിക്കരുത്. അങ്ങനെ പ്രയോഗിച്ചാൽ അത് ഭാവിയിൽ ഇവിടുത്തെ സുന്നികളെ പോലെ, വിശ്വാസികളെ പോലെ ആദരവിന്റെയും മഹത്വത്തിന്റെയും സ്ഥാനത്തേക്ക് രൂപപരിണാമം സംഭവിക്കും. അതുകൊണ്ട് ജാഗ്രത. ഇനിമേലിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരിഫ് അലിയെ ബഹുമാന പുരസ്സരം എന്ന പ്രയോഗത്തോടുകൂടി സംബോധന ചെയ്യരുത്. ഇനിമേലിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അമീർ ആരിഫ് അലിയെ കാണുമ്പോൾ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിൽക്കരുത്. ഇനി മേലിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അമീർ എന്ന പദം ഉപയോഗിച്ച് അദ്ദേഹത്തെ വാഴ്ത്തി പറയരുത്. അങ്ങനെ നിങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ നാളെ അറിയാതെ അതൊരു വിഗ്രഹാരാധനയുടെ പരുവത്തിലേക്ക് രൂപപരിണാമം സംഭവിച്ചേക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. തൗഹീദ് തകർന്നു പോവരുത്. നമുക്ക് സംരക്ഷിക്കാനുള്ളത് വിശ്വാസം മാത്രമാണ്. ഈ ബഹുദൈവ ആരാധന, ഏകദൈവ വിശ്വാസത്തിനകത്തേക്ക് കടത്തിക്കൂട്ടാൻ
ആര് ശ്രമിച്ചാലും അത് അനുവദിക്കാവുന്നതല്ല എന്നാണ് അബ്ദുള്ള സാഹിബ് പഴയ ആത്മമിത്രങ്ങളോട് പുതിയ കാലത്ത് വീണ്ടും പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇനിമേലിൽ നിങ്ങൾ ഈ ബഹുമാനത്തിന്റെ പദങ്ങൾ ഉപയോഗിക്കരുത്. എനിക്കൊരു സംശയം, നിങ്ങൾ ഉപയോഗിച്ച ഈ പദം നേരത്തെ മാധ്യമത്തിൽ അല്ലെങ്കിൽ പ്രബോധനത്തിൽ എഴുതിയ ഈ തെറിവാക്കുകൾ എന്ന പദാവലിയിൽ ഉൾപ്പെടുമോ എന്ന്. വിഗ്രഹാരാധന, പൂജ, പ്രതിഷ്ഠ, ആൾദൈവം, ഇതൊക്കെ പൂവാണോ തെറിയാണോ എന്നാണ് എന്റെ സംശയം. സോളിഡാരിറ്റി സുഹൃത്തുക്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരുവിൽ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സോളിഡാരിറ്റിക്ക് വേണ്ടി, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി തലച്ചോർ പതിച്ചു നൽകാത്ത സർവരും സർവവിശ്വാസികളും വിചാരിക്കുന്നത് ഈ പദാവലികളെല്ലാം ഒരു മുസ്ലിമിന് നേരെ പ്രയോഗിക്കാവുന്ന മുന്തിയ തെറികളാണ് എന്നാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ വിചാരിക്കുന്നത്. അല്ല, നേരത്തെ മീൻ ടൈമിനെ കുറിച്ച് എന്റെ സുഹൃത്ത് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഗൾഫ് മാധ്യമത്തിന്റെ മീൻ ടൈമിന്റെ പേരിൽ വിദേശത്ത് നിന്നും പിരിച്ചെടുത്ത കോടികൾ അത് വഴിമാറി ചെലവഴിച്ചത് എന്നല്ല പറയേണ്ടത്, വഴിവിട്ടുപയോഗിച്ചതിനെ കുറിച്ച് ഒരു പ്രവാസി സുഹൃത്ത് പഴയ കാലത്തെ അമീർ സിദ്ദീഖ് ഹസൻ സാഹിബിന് ഒരു കത്ത് കൊടുത്തു അത്രേ. ആ കത്തിനെ കുറിച്ച് അബ്ദുള്ള സാഹിബിനോട് സിദ്ദീഖ് ഹസൻ സാഹിബ് പറഞ്ഞത്, ആ കത്തിലെ ഭാഷ്യം ഒരാളുടെ മുന്നിലും വായിക്കാൻ പറ്റുന്നതല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊരു മുന്തിയ തെറിയാണ് എന്നാണ്. ഈ പറഞ്ഞതിനേക്കാളും മുന്തിയ തെറി ജമാഅത്തെ ഇസ്ലാമിയുടെ പദാവലിയിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കേരളീയ സാമാന്യ ജനത്തിന്റെ മുമ്പിലേക്ക് ഈ തെറി വാക്കെടുത്ത് വെക്കരുതേ എന്നൊരു അപേക്ഷയുണ്ട്. ഞങ്ങള് നാണിച്ച് ബോധം കെട്ട് തെരുവിൽ വീണുപോകും എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവനും അപരാധമാണ്. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് മുഴുവനും വൃത്തികേടാണ്. ബാക്കിയുള്ളവർക്കൊന്നും വിവരമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികനായ, നിങ്ങൾ ഷൂറയിൽ പ്രവർത്തിച്ചിരുന്ന, പിന്നീട് ഷൂറയിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിട്ട റിയാദ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഭാഷയാണ്. അദ്ദേഹം പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു ഭാവം അവർ ഏറ്റവും വിവരമുള്ളവരാണെന്നും ഇവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരും എല്ലാ പൊതു സംഘടനയിലെ അംഗങ്ങളും അവരൊന്നും വിവരമില്ലാത്തവരാണ് എന്നുമാണ്. അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയത് ഞങ്ങളല്ല, നിങ്ങളുടെ കൂടെ കിടന്നിരുന്ന പഴയ സഹയാത്രികൻ റിയാദ് സാഹിബാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം പിഴയ്ക്കുന്നുവെന്നും ഞങ്ങൾ വിശുദ്ധ നെയ്യാണെന്നുമുള്ള ഈ പുകഴ്ത്തിപ്പാടലുകൾ ദയവ് ചെയ്ത് ഒന്ന് അവസാനിപ്പിക്കണം എന്ന് വിനയത്തോടുകൂടി പറയുകയാണ്. ഞങ്ങള് ഈ തെരുവിൽ മാന്യമായി പ്രവർത്തിക്കുന്നവരാണ്. മാന്യതയുടെ ഭാഷ കൊണ്ട് ഞങ്ങളുമായി സംവദിക്കാനുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടിസ്ഥാനപരമായി അഹ്ലുസുന്ന എന്ന ഒരാശയവുമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന്റെ നേതൃസംഘങ്ങളായ സുന്നി യുവജന സംഘം, അതിന്റെ പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത്രകാലവും ഒളിപ്പിച്ചു വെക്കാവുന്ന ഒരു അജണ്ടയും ഞങ്ങളുടെ പിന്നാമ്പുറത്തില്ല. ഈ കേരളീയരായ മുഴുവൻ ജനങ്ങൾക്കും അത് അറിയുന്നതാണ്. ഇവിടെ പകൽ പോലെ വ്യക്തമായ സന്ദേശവുമായി ഏത് തെരുവിലും ഏത് ജനസഞ്ചയത്തിന്റെ മുന്നിലും വിളിച്ചു പറയാവുന്ന മഹോന്നതമായ ഒരാശയം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതില്ലാത്തവരെ സംബന്ധിച്ച് ഒളിച്ചുവെക്കാൻ അജണ്ടകൾ ഉണ്ടായിരിക്കുമ്പോൾ, ഒരു ബഹുസ്വര സമൂഹത്തിന് മുന്നിൽ വെക്കാവുന്ന ഒരാശയം കയ്യിലില്ലാതിരിക്കുമ്പോൾ ഞാണിന്മേൽ കളി വേണ്ടി വരും, വികൃതികൾ ഒപ്പിക്കേണ്ടി വരും, തോന്നിവാസങ്ങൾ ചെയ്യേണ്ടി വരും, മതത്തെ ഉപയോഗിച്ച് മതതത്വങ്ങൾക്കെതിരായി പ്രവർത്തിക്കേണ്ടി വരും. അതിന് മൗദൂദി മതം പൊട്ടരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അത് സംബന്ധമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വന്നിലേയ കാന്തപുരം ഉസ്താദ്
ആദ്യമായല്ല ഇവിടെ മഹാന്മാരെ അല്ലെങ്കിൽ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വന്ദ്യരായ കാന്തപുരം ഉസ്താദിന് നേരെ ഈ ക്രൂരമായ പദങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ വേണ്ടി മുതിരുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദിനോട് ഇത്രമാത്രം വിരോധത്തിന്റെ കാരണം? ഞങ്ങൾക്കറിയാം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ മുസ്ലിം സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു പണ്ഡിതനാണ് വന്ദ്യരായ കാന്തപുരം ഉസ്താദ്. അല്ലാതെ തിരുകേശം എന്ന മുത്തുനബിയുടെ ബഹുമാനപ്പെട്ട ഒരു ശിഷ്ടത്തെ ആദരിച്ചതിന്റെ പേരിലോ അതിന് ബഹുമാന്യം കൽപ്പിച്ചതിന്റെ പേരിലോ അല്ല. വന്ദ്യരായ ഉസ്താദ് ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നതല്ല ഈ തിരുകേശം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ബറക്കത്തെടുക്കുക എന്നതാണ്. നിങ്ങൾക്കും അതറിയാം. ഞാനൊരു ചോദ്യം വിനയപൂർവ്വം ചോദിക്കുന്നു. ആഗോള പണ്ഡിത സഭയിൽ നിങ്ങൾ മുഖേന അംഗത്വം കിട്ടിയ ഒരു മാന്യദേഹമുണ്ട്. അദ്ദേഹം ചെമ്മാട്ട് ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രരിൽപ്പെട്ട സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ മഖ്ബറയിൽ നിന്ന് നേർച്ചയായി ലഭിക്കുന്ന വരുമാനമാണ്. വന്ദ്യരായ കാന്തപുരം ഉസ്താദിനോട് നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് വിരോധം? തിരുകേശം എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്ടത്തെ ആദരിച്ചതിന്റെയും അത് ബഹുമാനിച്ചതിന്റെയും പേരിലാണ് എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്ടം തന്നെയാണ് സയ്യിദ് അലവി തങ്ങൾ മമ്പുറം എന്നവരുടെ മഖ്ബറയും. അത് മറ്റൊരു തിരുശേഷിപ്പാണ്. സയ്യിദ് മമ്പുറം തങ്ങൾ അവരുടെ മഖ്ബറ മുത്തുനബിക്ക് ശേഷമുള്ളതാണ്. തിരുശിഷ്ടം, തിരുകേശം അത് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ശേഷം തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് സയ്യിദ് അലവി തങ്ങളുടെ മഖ്ബറ. ആ മഖ്ബറയുടെ വരുമാനം ഉപയോഗിച്ചാണ് ചെമ്മാട് ദാറുൽ ഹുദയിൽ ദീനീ സേവനം നടത്തുന്നത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരു നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന വിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഒരുപാട് വേദികളിലായി മഹത്വവൽക്കരിക്കപ്പെട്ട നിങ്ങളുടെ ഒരു പ്രതീകമായി ബഹുമാനപ്പെട്ട ആഗോള പണ്ഡിതൻ ഉണ്ടായിരിക്കെ ആദ്യം മാർച്ച് നടത്തേണ്ടത് സോളിഡാരിറ്റിക്കാർ എങ്ങോട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. അത് ചെമ്മാട്ട് ദാറുൽ ഹുദയിലേക്കാണ്. നാളെ മുതൽ ബഹാവുദ്ദീൻ കൂരിയാടിനെതിരെ നിങ്ങൾക്ക് ലേഖനം എഴുതാൻ ധൈര്യമുണ്ടോ? നാളെ മുതൽ വന്ദ്യരായ ശിഹാബ് തങ്ങൾ അദ്ദേഹം മറ്റൊരു ബറക്കത്ത് എന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രി ചൂതിയ വെള്ളം വിശ്വാസി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. എങ്കിൽ നമുക്കൊരു സെമിനാർ നടത്താം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വസതിക്ക് മുമ്പിൽ അബ്ദുള്ള സാഹിബിനെയും ജമാഅത്തെ ഇസ്ലാമിയിലെ സർവാദരണീയരായ മുഴുവൻ പണ്ഡിത കേസരികളെയും നമുക്ക് ആനയിച്ചു കൊണ്ടുപോവാം. ധൈര്യമുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ ശൈഖുന കാന്തപുരം ഉസ്താദിന് നേരെ മാത്രം ഇങ്ങനെ കുരച്ചു ചാടുന്നു? ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. വെൽഫെയർ പാർട്ടി എന്ന ഒരു പശുവിനെ ജമാഅത്തെ ഇസ്ലാമി ഈ അടുത്ത കാലത്തായി പെറ്റിട്ടതാണ്. പശു ധാരാളം പാല് തരണം എന്ന് ഏത് പശുവിന്റെയും യജമാനൻ ആഗ്രഹിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഈ പശുവിന് വെള്ളവും വൈക്കോലും ഹിറാ സെന്ററിലേത് മാത്രം തികയില്ല എന്നവർക്ക് ശരിയായി കാര്യകാരണ സഹിതം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു പരീക്ഷണമായിരുന്നു.
പുരോഗതിക്ക് വേണ്ടി അവർ നേടിയെടുത്ത വോട്ട് പരമാവധി 1.5 ലക്ഷമാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പുരോഗതിയിൽ വിശ്വസിച്ചു പോയ പാവം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സമം മറ്റൊരു വാക്കുണ്ട്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല, അത് രാഷ്ട്രീയമായ ഭാഷ്യമാണ്. ആ പാവം ജനങ്ങളുടെ വോട്ട് കൂടി ചേർക്കുമ്പോഴാണ് 1.5 ലക്ഷം വോട്ട് തികഞ്ഞത്. ഇത് വെച്ച് നമുക്കൊരു മൗദൂദി രാജ്യം പണിയാം എന്ന് വിചാരിക്കാൻ മാത്രം ബുദ്ധിശൂന്യതയുണ്ട് ആരിഫ് അലിക്കെന്നോ ഹമീദ് വാണിയമ്പലം എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിരാക്ഷസൻ എന്നോ നമ്മളാരും വിശ്വസിക്കുന്നില്ല. എങ്കിൽ ഈ പശു തടിച്ചു കൊഴുക്കണം, മാന്യമായി പാല് ചുരത്തണം. അതിന് കാലിത്തീറ്റയും വൈക്കോലും ചേളാരിയിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബാന്ധവം നിങ്ങൾ പതുക്കെ സ്ഥാപിച്ചെടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ബഹാവുദ്ദീൻ കുരിയാട് എന്ന് പറയുന്ന ചേളാരി വിഭാഗത്തിലെ പണ്ഡിതനെതിരെ നിങ്ങൾ മിണ്ടില്ല. മാത്രവുമല്ല, ഇവിടുത്തെ വിശുദ്ധരായ വിശ്വാസി ജനസഞ്ചയം അവർ മൗദൂദികളെ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ പ്രബലമായ 2 സുന്നി വിഭാഗം അവർക്ക് മൗദൂദികളെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ചേളാരി സമസ്തയ്ക്ക് ഒരു പുതിയ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. മുഖ്യ ശത്രു മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരല്ല. മുഖ്യ ശത്രു കാന്തപുരം വിഭാഗമാണ്. എന്താണ് അതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്? മുഖ്യ ശത്രു കാന്തപുരമാണെങ്കിൽ കാന്തപുരം വിരോധികളാണ് ചേളാരി സമസ്തക്കാർ. ചേളാരി സമസ്തക്കാരെ പ്രകോപിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ഉപയോഗിക്കാവുന്ന ഒരു നല്ല വാക്കാണ് വന്ദ്യരായ ഉസ്താദിനെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ഏത് വേഷം കെട്ടിയാടാനും ജമാഅത്തെ ഇസ്ലാമിക്കാർ വളരെ സമർത്ഥരാണ്. നാടകം പഠിപ്പിക്കുന്നത് വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രമല്ല, പണ്ടേ നാടകം പഠിച്ചു വളർന്നവരാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ചിത്രം വരച്ച് ആ ചിത്രത്തിൽ കാർക്കിച്ച് തുപ്പാനും ആ ചിത്രത്തിന് മുകളിൽ കാലുകൊണ്ട് ചവിട്ടാനും പഠിച്ച് കേരളത്തിലെ സുന്നികൾക്കെതിരെ അന്ധമായ വിരോധം വെച്ച് പുലർത്തുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയിലെ പഴയകാല നേതാക്കൾ എന്ന് ഞാനല്ല പറയേണ്ടത്, അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹം പറഞ്ഞു തരും നിങ്ങൾക്ക് അവരെങ്ങനെയാണ് സുന്നി വിരോധം ആർജിച്ചെടുത്തത് എന്ന്. അങ്ങനെയാണെങ്കിൽ നാടകം പഠിച്ചവരാണ് ഇപ്പോൾ നാടകം ആടിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അവർ പാവം ആട്ടിൻ കുഞ്ഞുങ്ങളാവും. ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ചെന്നായ വേഷം കെട്ടും. ഇനിയും ആവശ്യമായി വരുന്ന സമയത്ത് അവരുടെ സ്വഭാവവും കൂടി കാണിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ പഠിക്കൂ. എന്റെ മാന്യ സുഹൃത്ത് നേരത്തെ ബംഗ്ലാദേശിന്റെ കാര്യങ്ങളൊക്കെ വളരെ സവിസ്തരമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. പാവം ആട്ടിൻ കുഞ്ഞുങ്ങൾ. പ്രവാചക നിന്ദയ്ക്കെതിരെ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം അതിതീവ്രവാദികൾ അവര് പ്രവാചക നിന്ദ നടത്തി എന്നതിന്റെ പേരിൽ ഒരാളുടെ കൈവെട്ടി. കിട്ടിയ സന്ദർഭം ജമാഅത്തെ ഇസ്ലാമി ഫലപ്രദമായി ഉപയോഗിച്ചു. ഓടി വന്നു, രക്തം കൊടുത്തു. പുള്ളിപ്പുലിയുടെ പുള്ളി മാഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ള ഈ മത്സരം, ഈ കാളനോട്ടം എവിടെയാണ് ഒരവസരമുള്ളത്? അവിടെ ചാടി വീണ് ഞങ്ങൾ വിശുദ്ധരായ പശുക്കളാണ്, ഞങ്ങൾ പാവം കുഞ്ഞാടുകളാണ്, ഞങ്ങൾ വിചാരിക്കുന്നത് കൈവെട്ടുന്നവർക്ക് രക്തം കൊടുക്കാനാണ്, കൈവെട്ടി മുറിവ് വന്നവർക്ക്, രക്തം ഒലിച്ചു പോയവർക്ക് രക്തം കൊടുക്കലാണ് എന്നതാണ് അതിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്.
ഞങ്ങൾക്ക് തീവ്രവാദവുമായി ഒരു ബന്ധവുമില്ല എന്ന് ആണയിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി കിട്ടിയ ഒരു അവസരമായി ജമാഅത്തെ ഇസ്ലാമി കൈവെട്ട് സന്ദർഭത്തെ ഉപയോഗിച്ചത് നിങ്ങൾക്കും അറിയാം. ഇങ്ങനെയുള്ള വേഷം കെട്ടലുകൾ നമുക്കിടയിൽ വ്യാപകമാണ്. അത് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ ഇതല്ലാത്ത മറ്റു വഴികളില്ല എന്ന് വരുമ്പോഴാണ്. എന്നാൽ അതിന്റെ ഒരു രണ്ടാം മുഖം, ഒരു ചെന്നായ സൂത്രം. ചെന്നായ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും ആദ്യം പഠിച്ച ചെന്നായയുടെ കാപട്യ സൂത്രം. അത് രണ്ട് ആടിനെ പരസ്പരം തമ്മിലടിപ്പിച്ച് ഈ കുട്ടനും മുട്ടനും കൂട്ടിമുട്ടിയപ്പോഴുണ്ടായ താഴെ വീണ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പൽ കൊണ്ട ഒരു ചെന്നായയാണ് നിങ്ങൾക്കറിയുക. ഞാൻ പറയുമ്പോ എവിടെയെങ്കിലും ബഹുമാനപ്പെട്ട ആരിഫ് അലി എന്ന ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ നാവ് നീണ്ടുപോകുന്നതെങ്കിൽ അതെന്റെ കുഴപ്പമല്ല എന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവം ആദ്യമായി ഉണർത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ പ്രബലമായ സുന്നി വിഭാഗത്തിലെ രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങളൊരു അന്വേഷണം നടത്തി നോക്കുക. അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാധ്യമം പ്രബോധനം എന്ന രണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണങ്ങളെ പഠനവിധേയമാക്കിയാൽ മാത്രം മതിയാവും. കേരളത്തിൽ വ്യാപകമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും പ്രവർത്തകരെ ആക്രമിക്കപ്പെടുകയുണ്ടായി. ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, കാലം കുറേയായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുത്തരിയല്ല. ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത് ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇതുമാത്രമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേണ്ടി വന്നാൽ ഞങ്ങളുടെ മുഴുവൻ പേരുടെയും തല സമർപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ പാഠം ഞങ്ങൾ പഠിച്ചത് അറേബ്യയിൽ നിന്നാണ്. വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന പീഡനപർവ്വത്തെ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് ഇറങ്ങിയത്. വീണ്ടും ഞങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഇങ്ങേ തലയിലെത്തുവോളം സത്യത്തിന് വേണ്ടി നിലകൊണ്ടവർ ഏത് കാലത്തും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് സുരക്ഷിതരായി മാറി നിൽക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല. ഇന്നലെ വരെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത് വിലപ്പെട്ട 7 ജീവനുകളായിരുന്നുവെങ്കിൽ ഇനിയും ധാരാളം ജീവനുകൾ ഈ വഴിയിൽ സമർപ്പിക്കേണ്ടി വരും എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശരിക്ക് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, ധർമ്മത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത് എന്നതിന്റെ സാക്ഷ്യമാണ് ഈ ക്രൂര ഹത്യകൾ മുഴുവനും എന്നാണ് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത്. ശൂന്യതയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ഇറങ്ങിപ്പുറപ്പെട്ടത്. നിങ്ങൾക്കറിയും, വന്നിരായ ഉസ്താദ് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ അപ്പുറത്തുണ്ടായിരുന്നത് വലിയ ഒരു സംഘടിത ശക്തിയായിരുന്നു. ആ സംഘടിത ശക്തി പല്ലും നഖവും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾക്കൊരു പോറലും ഏറ്റിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങളെക്കുറിച്ച് പഠിക്കാം, ഗവേഷണം നടത്താം. നാൾക്കുനാൾ നിങ്ങൾ സർവരും ഒരുമിച്ച് അണിനിരന്ന് ഞങ്ങൾക്കെതിരെ പൊരുതുമ്പോഴും ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തന വിജയത്തിന്റെ മികവ്, അതിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് മാത്രമാണ്. ഇത് പകൽ പോലെ സ്പഷ്ടമായ ഒരു ചരിത്ര സത്യമാണ്. ആർക്കും പഠിക്കാം. ഞങ്ങളുടെ കയ്യിൽ വളരെ വിശുദ്ധമായ ഒരാശയമുണ്ട്. അതാണ് അതിന്റെ കാരണം. അതിന് ഞങ്ങളോട് കെറിവ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ രണ്ട് വിഭാഗം കാലങ്ങളോളമായി പരസ്പരമുള്ള ഈ ആശയത്തിന്റെ പേരിലല്ല, സംഘടനാപരമായ
എതിർപ്പുകൾ തുടങ്ങിയിട്ട്. അതിൽ ഒരു വിഭാഗത്തെ, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് 7 പേരുടെ വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ മാധ്യമം ദിനപത്രം ഒരു എഡിറ്റോറിയൽ എഴുതി. എഡിറ്റോറിയൽ എഴുതാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം മണ്ണാർക്കാട്ടെ ഞങ്ങളുടെ 2 പ്രവർത്തകർ ക്രൂരമായ വധത്തിന് വിധേയമായി. തൊട്ടുമുമ്പ് മഞ്ചേരിയിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനും വധിക്കപ്പെട്ടു. സ്വാഭാവികമാണ്, മാധ്യമം ദിനപത്രത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇടപെടേണ്ട സന്ദർഭം തന്നെയാണ്. ഒരു പത്രം, മാന്യമായ ഒരു പത്രം വിഷയത്തിൽ ഇടപെട്ട് എഡിറ്റോറിയൽ എഴുതും. ഞങ്ങളും വിചാരിച്ചു മാന്യത ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുണ്ട് എന്ന്. അത് ഞങ്ങളുടെ ഒരു അബദ്ധമാണ്. അങ്ങനെ പത്രം വായിച്ചു വന്നപ്പോ നിങ്ങൾക്കും അത് വായിക്കാൻ പറ്റും. എഴുതിയത് എന്തായിരുന്നു? എഴുതിയത് കേരളത്തിലെ മതസംഘടനകൾ അവർ പരസ്പരം ഘോഘ്വ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇരു സമസ്തകളും അവസാനിപ്പിക്കണം. എന്നിട്ട് ഒന്നുകൂടി എഴുതി. ഒരു വിഭാഗം പറയുന്നത് അവരുടെ 10ഓളം പ്രവർത്തകർ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇതുപോലെ മറ്റൊരു കണക്ക് മറ്റവരും നിരത്തും. എന്തു മനസ്സിലായി? നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ ഒന്ന് ചേളാരി സമസ്ത ഓഫീസിലേക്ക് വിളിക്കുക. എന്നിട്ടൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ AP വിഭാഗം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ സമസ്ത, അതിന്റെ കീഴ്ഘടകങ്ങൾ ഒരാളെയെങ്കിലും കൊന്നതിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ എന്ന് അവര് പോലും അവകാശപ്പെടുന്നില്ല. ഞങ്ങളിൽ ഒരാളെ AP വിഭാഗം തല്ലിക്കൊന്നു എന്ന് ചേളാരിക്കാർക്ക് പോലും അവകാശവാദമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് അവകാശവാദമുണ്ട്. എന്തുകൊണ്ട് ഈ കുരുത്താത്ത നുണ എഴുതി വിടുന്നു? എന്തുകൊണ്ട്? അതാണ് ഞങ്ങളുടെ ചോദ്യം. സത്യം എഴുതാനാണ്, സത്യം പറയാനാണ് നിങ്ങൾ പഠിച്ചതെന്നാണല്ലോ ഈ തെരുവിൽ നിങ്ങൾ വിളിച്ചു പറയുന്നത്. മാധ്യമം എന്ന ഒരു പത്രത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഒരുപാട് പത്രങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നീതിനിഷ്ഠമായ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ഈ തെരുവിൽ ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ മലയാളക്കരയിൽ ഏത് പത്രക്കാരനും അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരു സത്യമല്ലേ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്? എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ കൊലപാതകം എന്ന ഒരു ആരോപണം നിങ്ങൾ ഉന്നയിച്ചു? അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മാധ്യമം എടുത്തു നോക്കാം. മാധ്യമം ഒരു പത്രമാണ്. ആ പത്രത്തിൽ പല താല്പര്യങ്ങളുള്ള പ്രവർത്തകരുണ്ടായിരിക്കും, പത്രപ്രവർത്തകരുണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കയ്യിൽ പറ്റിയതല്ല, അത് പത്രത്തിലെ പ്രവർത്തകരുടെ കയ്യിൽ പറ്റിപ്പോയ ഒരു പിഴവാണ് എന്നാണ് വാദമെങ്കിൽ നിങ്ങൾക്ക് പ്രബോധനത്തിന്റെ എഡിറ്റോറിയൽ കൂടി മറച്ചു നോക്കാം. പ്രബോധനത്തിന്റെ എഡിറ്റോറിയൽ പേജിലും സമാനമായ രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഒന്നുകൂടി കടന്നെഴുതിയിരിക്കുന്നു. എഴുതിയത് എന്താണ്? ഒരു വിഭാഗം ചേളാരിക്കാർ എന്ന് പറഞ്ഞാൽ സമസ്ത, അവര് AP വിഭാഗത്തിന്റെ മദ്രസ തകർത്തു ഓണപ്പറമ്പിൽ. അതിന് ബദലായി, പ്രതിക്രിയയായി EK വിഭാഗം മദ്രസയ്ക്ക് തീ കൊടുത്തു, വിശുദ്ധ ഖുർആന്റെ കോപ്പിയും കത്തിച്ചു. ഇതെപ്പോഴാണ് എഴുതുന്നത് എന്നുകൂടിയാണ് ചേർത്ത് വെക്കേണ്ടത്. ഇത് എഴുതുന്നത് തീയിട്ടത് ആരാണെന്നും അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരുടെ താല്പര്യം എന്താണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിട്ടതിന് ശേഷമാണ്. അല്ല, ഞങ്ങൾക്കൊരു സംശയം ബാക്കിയുണ്ടായിരുന്നു എങ്കിൽ ശരി, മാധ്യമം പത്രം വായിച്ച, പ്രബോധനം വായിച്ച ഈ വായനക്കാരെ തിരുത്താൻ ഞങ്ങൾ അങ്ങനെ അബദ്ധത്തിൽ പിണഞ്ഞുപോയതാണ്. ഈ ശരിയായ വാർത്ത ഇതല്ല, ശരിയായ വാർത്ത പറയാനാണ് മാധ്യമം എന്നാണല്ലോ നിങ്ങളുടെ വർത്തമാനം. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മദ്രസയ്ക്ക് തീയിട്ടത് AP വിഭാഗമല്ല, EK വിഭാഗമാണ് എന്നായിരുന്നു പറയേണ്ടത്. അതിനൊരു അവസരം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ അവസരം വന്നത് എപ്പോഴാണെന്നറിയുമോ? നിങ്ങൾ ഒന്നുകൂടി പ്രബോധനം പത്രത്തിന്റെ എഡിറ്റോറിയൽ എടുത്ത് മറിച്ചു നോക്കുക. CPIM-നെതിരെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉറഞ്ഞു തുള്ളിയ ഒരു സന്ദർഭത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതി. അത് സഖാവ് TP-യുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി വന്നപ്പോഴായിരുന്നു. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ വന്ന വാർത്ത എഡിറ്റോറിയൽ ഇങ്ങനെയായിരുന്നു:
ചില മുസ്ലിം പദാവലികളെ, ചിഹ്നങ്ങളെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നു. മാഷാ അല്ലാഹ് എന്ന എഴുത്തുകൊണ്ട് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ച വൃത്തികേടിനെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. ഒന്നുകൂടിയുണ്ട്. അസ്തിമാനന്ദ മുസ്ലിം നാമം ഉപയോഗിച്ച് മക്ക മസ്ജിദിലും ഹൈദരാബാദിലും ഒക്കെ സംഝോത എക്സ്പ്രസിലും ഒക്കെ നടത്തിയ സ്ഫോടനത്തിന്റെ പിറകിലും ഈ ക്രൂരമായ തന്ത്രം പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താനാണ് പ്രബോധനം പിന്നെയും ശ്രമിച്ചത്. അപ്പോഴെങ്കിലും പറയാമായിരുന്നു. പഴയ ഹിറ്റ്ലറുടെ സൂത്രം 1933 ഹിറ്റ്ലർ ജർമ്മനിയിലെ റൈസ്താഗിന് തീയിട്ടു. ജർമ്മൻ പാർലമെന്റ് മന്ദിരത്തിന് തീയിടുമ്പോൾ ഹിറ്റ്ലർ വിളിച്ചു പറഞ്ഞത് നേരത്തെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്ന തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെയായിരുന്നു. വിഖ്യാതമായ ന്യൂറംബർഗ് വിചാരണവേള വരെ ലോകം വിശ്വസിച്ചത് തീയിട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ തന്നെയാണ് എന്നാണ്. നാസി ഭീകരർ സത്യം വിളിച്ചു പറഞ്ഞു, തീയിട്ടത് ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന്. എന്തിനാണ് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ തന്നെ പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടത്? നമുക്കറിയാം എന്താണ് അതിന്റെ പിറകിലെ താല്പര്യം എന്നത്. അതാണ് ഫാഷിസത്തിന്റെ തന്ത്രം. ആ ഫാഷിസ്റ്റ് തന്ത്രം ഇവിടെ ഒരു വിഭാഗം ഉപയോഗിക്കുന്നു. ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് അതിലേക്ക് തിരിച്ചു വരാം. വിശുദ്ധ ഖുർആന്റെ കോപ്പി പോലും കത്തിച്ചു. എന്നിട്ട് എന്തിനാണ് വിശുദ്ധ ഖുർആന്റെ കോപ്പി കത്തിച്ചത്? അത് പഴയ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ, നശിച്ചു പോകുമായിരുന്ന ഖുർആൻ കോപ്പികൾ തീയിട്ടതാണ് എന്ന് ലാഘവത്തോടുകൂടി എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും, മൂക്ക് താഴേക്ക് വളഞ്ഞു നിൽക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. എല്ലാവർക്കും അറിയാം എന്തായിരുന്നു അതിന്റെ പിറകിലെ താല്പര്യം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായതാണ്. ആ പവിത്രമായ വിശുദ്ധ ഖുർആന്റെ കോപ്പി കത്തിച്ചാൽ മുഴുവൻ മുസ്ലിങ്ങളുടെയും മനസ്സിൽ കത്തിച്ചവർക്കെതിരെ ഒരു വെറുപ്പ് രൂപപ്പെടും. ആ വെറുപ്പ് ആരിലേക്കാണ് എത്തേണ്ടത്? ആ വെറുപ്പ് കൃത്യമായി ഇവിടെയുള്ള AP സുന്നികളുടെ അല്ല, അതിന് നേതൃത്വം നൽകുന്ന ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ തലയിലേക്ക് ചൊരിയണം. എന്നിട്ട് ആ മാന്യനായ പണ്ഡിതനെ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ പുരോഗതിക്ക്, മുസ്ലിം ഉന്നമനത്തിന് വേണ്ടി കഠിനമായി എത്തിച്ച തുല്യതയില്ലാത്ത ഒരു മാതൃകാ പുരുഷനെ വളരെ ക്രൂരമായി ഭത്സിക്കണം, വെറുക്കണം ജനം. ഇതായിരുന്നില്ലേ ഇതിന്റെ പിറകിലെ താല്പര്യം? അല്ല എന്ന് പറയാൻ ഇവിടെ ആരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രമാത്രം നിങ്ങൾ ആരും നിങ്ങളുടെ തലച്ചോറ് ചിലർക്ക് വേണ്ടി വിധേയപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ ഹീനമായ തന്ത്രത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വിലപിക്കുന്നത് കേരള സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തെക്കുറിച്ചാണ്. ആരിഫ് അലി നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വേറെയും ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ, ഇത്തരം ഘട്ടത്തിലെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ വരണ്ടേ എന്നാണ് അതിന്റെ ഭാഷ്യം. അപ്പോഴെങ്കിലും നിങ്ങൾ ഈ സത്യവാങ്മൂലത്തിന് അനുകൂലമായി ഒന്ന് എതിർത്തൊന്ന് സംസാരിക്കണ്ടേ? ശരിയാണ് സർ, അങ്ങോട്ട് ആക്രമണം വരുമ്പോൾ മാത്രമല്ല ഇത് ആവശ്യമായി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൊടുക്കുന്നത് അസത്യവാങ്മൂലവും മറ്റു ഘടകൾക്കെതിരെ കൊടുക്കുന്നതൊക്കെ സത്യവാങ്മൂലവുമാവുന്നുണ്ടോ? ഒന്ന്, രാത്രി തനിച്ച് ബെഡിൽ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഞങ്ങൾക്ക് ഉത്തരം വേണ്ട. ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പ്രവർത്തന രീതി എന്താണ്, നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തന്ത്രങ്ങൾ നിങ്ങൾ പഴറ്റും, എന്തെല്ലാം നിങ്ങൾ ചരിത്രത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചത് തന്നെയാണ് ഞങ്ങൾ ഈ രംഗത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തുലോം നീതി ലഭിക്കും എന്ന ഒരു വിശ്വാസം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ പ്രബലമായ രണ്ട് വിഭാഗത്തെ പരസ്പരം തമ്മിലടിപ്പിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. തിരുകേശം വിഷയം, യഥാർത്ഥത്തിൽ തിരുകേശം വിഷയത്തിൽ നമ്മൾ മറ്റെല്ലാം മാറ്റിവെച്ചാൽ അടിസ്ഥാനപരമായ ആശയത്തിന്റെ പേരിൽ ഈ രണ്ട് വിഭാഗത്തിനും ഒരു അഭിപ്രായ ഭിന്നതയില്ല. ബറക്കത്ത് എടുക്കണം എന്ന പേരിൽ ഒരു സംശയവും ഇല്ലാത്തവരാണ് കേരളത്തിലെ രണ്ട് സുന്നി വിഭാഗവും. എന്നിരിക്കെ യോജിക്കാൻ പരമാവധിയും സാധ്യതയുള്ളവർ ഇവർ രണ്ടുപേരാണ്. എന്നാൽ
യോജിക്കുന്നത് നമ്മൾ കാണുന്നത് തീർത്തും വിരുദ്ധമായതാണ്. ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയാത്തത്, എല്ലാ അർത്ഥത്തിലും കറുപ്പും വെളുപ്പും എന്ന് വേർതിരിഞ്ഞത്, അത് യോജിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ യോജിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് മാധ്യമത്തിന്റെ വൃത്തികേട് കാണാൻ കഴിയും. ഇവരിത് അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് മാധ്യമത്തിൽ വീണ്ടും ഒരു വാർത്ത വരും. മുസ്ലിം ലീഗ് EK വിഭാഗത്തെ അവഗണിക്കുന്നു. 8 കോളം വാർത്ത. തിരികേശം വിഷയത്തിൽ EK വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ മുഴുവനും മുസ്ലിം ലീഗ് തള്ളിക്കളഞ്ഞു. ഇതോടുകൂടി നിങ്ങൾക്ക് സ്വാഭാവികമായും സങ്കല്പിക്കാം, എതിർ വിഭാഗം പ്രകോപിതരാവും. ഇനി ഇത് ഇവിടെ മാത്രമല്ല, വളരെ കൃത്യമായി ഈ വിഭാഗത്തെ ഇളക്കിവിടുക നമുക്കെതിരെ എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അജണ്ടയായിരുന്നു. ഞങ്ങൾ ഇതിലൊന്നും ഇടപെടുന്നില്ലേ എന്ന് മാധ്യമത്തിൽ പ്രബോധനത്തിൽ വിളിച്ചു പറയുക. ഇപ്പോഴാണ് പരസ്യമായി തെരുവിലിറങ്ങി വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു ധൈര്യം ജമാഅത്തെ ഇസ്ലാമി കാണിച്ചത്. അപ്പോൾ പോലും ഉപയോഗിക്കുന്നത് മാന്യതയുടെ ഭാഷയല്ല, പരസ്പരം സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രീതിയല്ല, വളരെ മോശമായ രീതിയിലുള്ള തെറിവാക്കുകൾ കൊണ്ടാണ് നേരിടാൻ ഇറങ്ങുന്നത്. അത് ഭീരുക്കളുടെ സ്വഭാവമാണ്, ധീരന്മാർക്ക് ചേർന്നതല്ല. ധീരന്മാർ നേർക്കുനേരെ മാന്യമായി ക്ഷോഭിക്കാതെ സംസാരിക്കാൻ വരും, സംവദിക്കാൻ വരും. വൃത്തികേടുകൾ വളഞ്ഞ വഴി, അത് ഭീരുക്കളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് മാന്യമായി നമുക്ക് ഈ തെരുവിൽ സംവദിക്കാം. അതിന് ഞങ്ങൾ എന്നേ ഒരുക്കമാണ്. ഈ വൃത്തികേടുകളുടെ വഴി ഉപേക്ഷിക്കാനുള്ള മാന്യത നിങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന് മാത്രം. തിരുകേശത്തിനെതിരെ വ്യാപകമായി ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്ത ഏറ്റവും ക്രൂരമായ ഒരു ഗീബൽസിയൻ തന്ത്രം. ഇത് ഹിറ്റ്ലറുടെ ജോലിയായിരുന്നു. ഇത് ഫാഷിസ്റ്റുകൾ ഗുജറാത്തിൽ ചെയ്ത ജോലിയായിരുന്നു. മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരാണ്, ജൂതന്മാർ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ. അതേ രീതിയിൽ കാന്തപുരം വിഭാഗം ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന് വരുത്തിയത് മാധ്യമം പത്രമാണ്. മണ്ണാർക്കാട്ടെ ആക്രമണത്തിന്റെ പിറകിൽ 4 പ്രസ്ഥാനങ്ങളെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് ഈ 4 പ്രസ്ഥാനങ്ങളുടെയും കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് എഡിറ്റോറിയൽ എഴുതിയ ശ്രീമാൻ ആരിഫ് അലി, അദ്ദേഹം എഡിറ്റോറിയൽ എഴുതിയത് ആരിഫ് അലിയാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നിങ്ങൾക്ക് അറിയാം. ആരിഫ് അലിയുടെ കൈകളിലാണ് മണ്ണാർക്കാട്ടെ 2 പേരുടെ രക്തക്കറ പുരണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. എഴുതി വിട്ട് പ്രകോപിപ്പിച്ച് കാണുന്നിടത്ത് വെച്ച് മുഴുവനും തല്ലിക്കൊല്ലേണ്ടവരാണെന്ന രീതിയിൽ മാധ്യമത്തിന്റെ അക്ഷരങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചു. ആട്ടിനെ നിങ്ങൾ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടി എന്ന് ചൂണ്ടിക്കാണിച്ചു. പിന്നെ എളുപ്പമാണ് തല്ലിക്കൊല്ലാൻ. ഈ സൂത്രമാണ് ഹിറ്റ്ലറുടെ ഗീബൽസിന്റെ സൂത്രമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രയോഗിച്ചത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാധ്യമത്തിന്റെ പ്രതികരണ കോളങ്ങൾ എടുക്കുക. ഈ പ്രതികരണ കോളങ്ങളിലൂടെ എഴുതിവിട്ട ജൽപ്പനങ്ങളെ നിങ്ങൾ പരിശോധിക്കുക. എത്രമാത്രം ക്രൂരമായ നുണകളായിരുന്നു. 40 കോടി വില വരുന്ന മസ്ജിദ്, ഈ മസ്ജിദിന് വേണ്ടി പിരിവെടുക്കുന്നത് തിരുകേശം മുക്കിയ വെള്ളം വിൽപ്പന നടത്തിയിട്ട് എന്നാണ് ഒരു നുണ. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മർക്കസിൽ തിരുകേശം മുക്കിയ വെള്ളം വിതരണം ചെയ്തു. അതിരാവിലെ കുന്നമംഗലം തുടങ്ങി ഏതാണ്ട് കാരന്തൂർ മർക്കസിന്റെ വലതുഭാഗത്തായി ഇങ്ങേ അറ്റം വരെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ഈ വിനീതനായ ഞാൻ അതിരാവിലെ മാധ്യമം പത്രം ഓഫീസിലേക്ക് വിളിച്ചു. പത്രം ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് രാവിലെ നിങ്ങൾ മർക്കസ് കാരന്തൂർ മർക്കസിലേക്ക് വരണം. അവിടെ വെള്ളം കൊടുക്കാൻ വാങ്ങാൻ നിൽക്കുന്നവരുടെ കയ്യിൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുണ്ട്. അതൊന്നും നമുക്ക് സചിത്രമായി പിറ്റേ ദിവസം പത്രത്തിൽ കൊടുക്കാം, സത്യം നാട്ടുകാരറിയട്ടെ. അല്ലെങ്കിൽ മീഡിയ 1 എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, നിങ്ങൾക്കത് പകർത്താമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകനെയും മർക്കസിന്റെ മുറ്റത്ത് തടഞ്ഞു വെച്ചിട്ടില്ല. പല മാധ്യമപ്രവർത്തകന്മാരേക്ക് കയറി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ നോട്ട് കൊടുത്ത് വെള്ളം വാങ്ങുന്ന ഈ സംഭവം നിങ്ങൾക്ക് പകർത്തിയിട്ട് കുറച്ചുകൂടെ വിശ്വാസ്യയോഗ്യമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചൂടാ?
മാധ്യമ ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞത്, പത്രപ്രവർത്തകരാരും ഇവിടെ എത്തിയിട്ടില്ല, ഇവിടെ ഓഫീസ് ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഗതികേട്. നിർണായകമായ ഒരു സന്ദർഭത്തിൽ വീട്ടിൽ അല്ല, ആവശ്യമായ സന്ദർഭത്തിൽ ചിത്രവും വാർത്തയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമം മർക്കസിലേക്ക് വരണമായിരുന്നു. ഈ ജന്മം നിങ്ങൾ മർക്കസിലേക്ക് വരില്ല. ഈ വാർത്ത കൊടുക്കാൻ അതിന് മാത്രം ധൈര്യം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കോ മാധ്യമം പ്രവർത്തകർക്കോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇത് പച്ച നുണയാണെന്ന് ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം വീണ്ടും വരാം. ഞങ്ങൾ അവസരമുണ്ടാക്കാം. നിങ്ങളുടെ സർവ്വ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുത്തു. നുണയാണ് ഈ എഴുതിവിട്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? മുസല്ല വിറ്റത് ലക്ഷത്തിനാണ്. മർക്കസിലെ തിരുകേശം മസ്ജിദിന് വേണ്ടി, അവിടെ നിർമ്മിക്കുന്ന മസ്ജിദിന് വേണ്ടിയുള്ള മുസല്ല വിറ്റത് ലക്ഷങ്ങൾക്ക് കൊടുത്ത മുസല്ല നിൽക്കുന്ന ഭാഗം അത് അയാൾക്കാണ്ട് തീരെഴുതി കൊടുക്കും. അത് അവർക്ക് നിസ്കരിക്കാനുള്ളതാണ്. വാർത്ത വായിച്ചാൽ ഇതിലപ്പുറം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ കൂട്ടുകാരെ ഈ ദുനിയാവില്? പള്ളിയുടെ മുസല്ലയിടുന്ന സ്ഥലം മാർക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നുണ എഴുതുമ്പോ കുറച്ചൊക്കെ വിശ്വസിക്കുന്നതാവണ്ടേ? സോളിഡാരിറ്റിക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും SIOക്കാരും GIOക്കാരും ഒക്കെ തൊണ്ട തൊടാതെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് ഇറക്കിക്കോളും, വയയിലേക്ക് കൊണ്ടുപോയിക്കോളും എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ അല്ലല്ലോ. ഇനിയും നിങ്ങൾ എത്രമാത്രം നുണകൾ എഴുതി കോർപ്പറേറ്റഡ് ഭീമനാണ് എന്ന് എഴുതി വിട്ടു. നമ്മളൊരു കണക്കെടുക്കുക. വന്നിരായ ഉസ്താദ് കേരളത്തിലെ കോർപ്പറേറ്റഡ് മുതലാളിയാണെങ്കിൽ ആ മുതലാളിയുടെ ഒരു 100 വാര അപ്പുറം അമീർ ആരിഫ് അലി ഉണ്ട്. വന്നിരായ ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്, സംശയമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന ഇത്തിരിപ്പോന്ന പ്രസ്ഥാനം എന്ന് ശ്രീമാൻ ആരിഫ് അലി വിനയം കൊണ്ട് സമ്മതിച്ചു തരുന്ന സംഘടന, ഞങ്ങൾ വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ എന്ന് പറയാനുള്ള ഒരഹങ്കാരവും ആരിഫ് അലിക്കില്ല എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അദ്ദേഹം പലപ്പോഴും പറയുന്നതാണ്, ഞങ്ങളൊരു ഇത്തിരി പോന്ന പ്രസ്ഥാനമാണ്. ശരിയാണ്. പക്ഷേ ആനുപാതികമായി സമ്പത്ത് ഏറ്റവും കൂടുതൽ കയ്യിൽ വെച്ചിരിക്കുന്നത് ആരാണ്? നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5 ലക്ഷൂറിയൻ ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവിടെ ഒരു പുതിയ സാന്ത്വനം കേന്ദ്രം തുടങ്ങാൻ ഇപ്പോഴാണ് ശ്രമിക്കുന്നത്. അതേസമയം ഞങ്ങൾക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ നിങ്ങൾ പെരുക്കി വെച്ച് എണ്ണിക്കൂ. കേരളത്തിൽ 1.5 ലക്ഷം വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആനുപാതികമായി നമുക്ക് അവിടെ നിന്ന് കണക്ക് തുടങ്ങാം. ഈ കണക്കെടുക്കാൻ ടി മുഹമ്മദ് വേളം പറഞ്ഞ നമ്മുടെ മാഹിക്കാരന്റെ ഘ്രാണശക്തി വേണ്ട, ഒരിച്ചിരി നോളയുണ്ടാ മതി. ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെയാണ് പറയല്. അത് വെച്ച് നമുക്കൊന്ന് അളന്നു നോക്കാം. എന്നിട്ട് ആരാണ് കോർപ്പറേറ്റഡ് മുതലാളി എന്ന് നമുക്കൊന്ന് തീർപ്പ് കൽപ്പിക്കാം. $40 കോടിയുടെ മസ്ജിദ് വന്നാൽ പരിസരത്തെ മസ്ജിദുകളൊക്കെ ശൂന്യമായി പോവും. എന്തൊരു സങ്കടമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. വന്നിരായ ഉസ്താദ് കേരളത്തിലുണ്ടാക്കിയ ഒരു പള്ളിയിലും, കേരളത്തിലെന്നല്ല ലോകത്തെ എവിടെ AP ഉസ്താദ് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെ നിസ്കരിക്കാൻ ആളില്ലാത്ത ഒരു കുഴപ്പമില്ല. ഈ പള്ളിയുടെ വിശേഷം ഞാൻ പറയേണ്ടതില്ലല്ലോ. അതേസമയം ഞാൻ വരുന്നത്, എന്റെ നാടിന്റെ പേര് തന്നെ പറയാം, പടിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്, വെളിമുക്ക്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് 2 നില ഉയരമുള്ള ഒരു പള്ളിയുണ്ട്. മൂന്നിയൂർ പഞ്ചായത്തിലെ മുഴുവൻ കുഞ്ഞുകുട്ടി പരാധീനതകൾ എല്ലാം കൂടി വന്നാലും താഴെ തറയിലെ മസ്ജിദ് നിറയൂല. ബാക്കി വരുന്ന ഒരു മേൽക്കൂര, 1 നില, 1.5 നില, അത് വേസ്റ്റാണ്. വേസ്റ്റായ പള്ളിയുടെ പേരിലാണ് ഈ സങ്കടമെങ്കിൽ നമുക്ക് അവിടുന്ന് തുടങ്ങാം. 40 കോടി രൂപ ഉണ്ടായാൽ എത്ര പേർക്ക് കഞ്ഞി കുടിക്കാം? മറ്റൊരു വാദം. 40 കോടി ഉണ്ടായാൽ മാത്രമല്ല കഞ്ഞി കുടിക്കാൻ കഴിയുക, ഈ 1.5 പള്ളി വിറ്റാലും കഞ്ഞി കുടിക്കാൻ കഴിയും. അപ്പൊ കഞ്ഞുകുടിയുടെ കാര്യം പറയണ്ട.
പിന്നെ മദീനയിലുണ്ടായിരുന്ന പള്ളി, അത് ഈത്തപ്പന കൊണ്ട് കെട്ടിയുയർത്തപ്പെട്ടിരുന്ന ലാളിത്യത്തിന്റെ പള്ളി. വരുന്ന പള്ളികൾ, ഹൗ അമ്പരചുംബികളായ ഈ പള്ളികൾ എന്തൊരു കഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ തുടങ്ങാം, അവിടുന്ന് തന്നെ തുടങ്ങാം. എന്നിട്ട് മതി ഞങ്ങളുടെ പള്ളി തകർക്കാൻ വരൽ, ഞങ്ങളുടെ ബിൽഡിംഗ് തകർക്കാൻ വരൽ. ഇതൊക്കെ എന്തൊരു മര്യാദയാണ്. ഇങ്ങനെയാണോ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ വീണ്ടും പറയരുത് എന്നൊരു അപേക്ഷയുണ്ട്. കാരണം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇത് പറയാൻ, അത് ബോധ്യപ്പെടുത്താൻ ഇവിടെ വരേണ്ടി വരുമല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ വൃത്തികേടുകൾ, നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹുസൈൻ രണ്ടത്താണിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യമുള്ള വോട്ടൊന്നും കിട്ടിയില്ല. പത്രക്കാർ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇ ടി മുഹമ്മദ് സാറിനും MI ഷാനവാസിനും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊടുത്തു എന്ന്. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞത് ആണവ കരാറിന് അനുകൂലമായി സംസാരിച്ചവർക്കൊന്നും വോട്ടില്ല എന്നാണ്. ഈ 2 MP-മാരും ആരാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാപട്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ അവരുടെ വളരെ വിരളമായ ഈ വോട്ടുകൾ ഇ ടി മുഹമ്മദ് സാറിനും MI ഷാനവാസിനും പതിച്ചു നൽകി. കിട്ടിയ ഉത്തരം മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്നായിരുന്നു. ഒരു ചോദ്യം, ഇ അഹമ്മദ് സർ നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്ന് വേണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഹുസൈൻ രണ്ടത്താണിയുടെ ചോദ്യത്തെക്കുറിച്ച് വന്നത്. അതിന്റെ ഉത്തരം ഏറ്റവും രസകരമായ ഉത്തരവായിരുന്നു. ഇത്രമേൽ ഹാസ്യാത്മകമായ ഒരു ഉത്തരം സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ സുന്നികൾക്കിടയിൽ ഛിദ്രത തീർക്കാൻ വേണ്ടിയാണ് ഹുസൈൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇതിന് നൽകിയ ഉത്തരം. നിങ്ങൾക്ക് ഊറിച്ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കുഴപ്പമല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയത, ഛിദ്രത സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്ക് മലയാളത്തിൽ ശുദ്ധ ഭാഷയിൽ വടിവൊത്ത രീതിയിൽ മസിൽ പിടിച്ചു നിന്ന് തെരുവിൽ പ്രസംഗിക്കാം. വിശ്വസിക്കണം എന്ന് മാത്രം പറയരുത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ചെന്നായ സൂത്രത്തെക്കുറിച്ച് അവസാനിപ്പിക്കുന്നു. പറയാൻ ഇനിയും ധാരാളമുണ്ട്, കൂടുതൽ വേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി വേണ്ടി വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിംസ്രമുഖം, ക്രൂരമുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് വണ്ടി കയറണ്ട. കേരളത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയകാല സഹയാത്രികർ ഈ സത്യം നമ്മളോട് വിളിച്ചു പറയും. ബംഗ്ലാദേശിൽ അബ്ദുൽ ഖാദർ മുല്ലയെ തൂക്കിക്കൊന്നപ്പോൾ അതിന് വിധി എഴുതിയ ATM കബീർ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെ വീട്ടിൽ കയറി അവർ പ്രതിക്രിയയായി തൂക്കിക്കൊന്നു. മറ്റ് പലരെയും അടിച്ച് നിരപ്പാക്കി ബംഗ്ലാദേശിൽ. അങ്ങനെ നിങ്ങൾ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ ഈ പാവം ജനങ്ങളുടെ മുമ്പിൽ എന്തിനു പറയുന്നു? നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിംസ്ര മുഖം കാണാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് വണ്ടി കയറാം. അവിടെ SIOയുടെ പഴയ സംസ്ഥാന നേതാവുണ്ട്. പ്രബോധനം വാരികയിൽ ഒരുപാട് കാലം ജമാഅത്തെ ഇസ്ലാമി ആശയം ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് വിട്ട് ഉറക്കമൊഴിഞ്ഞ് പ്രവർത്തിച്ച മാന്യദേഹമാണ് സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബിയെ സോളിഡാരിറ്റി ഗുണ്ടകൾ, അദ്ദേഹത്തിന്റെ ഭാഷയാണ് ഞാൻ പറയണത്, എന്റെ ഭാഷയല്ല, സോളിഡാരിറ്റി ഗുണ്ടകൾ, വാടകയ്ക്കെടുത്ത ഗുണ്ടകളും കൂടി ചേർന്ന് അടിച്ച് പരുവപ്പെടുത്തി. അതിന്റെ ചിത്രം നമ്മളെല്ലാവരും പല പത്രങ്ങളിൽ വായിച്ചതാണ്. ഇന്നും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് കയറി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ദീനതയുടെ മുഖം കാണാം. തന്റെ 2 പിഞ്ചു മക്കളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി അടിച്ച് ശരിയാക്കി. ആ കുട്ടികൾ
പല രാത്രികളിൽ പേടിച്ച് കരഞ്ഞു എത്രേ. ജമാഅത്തെ ഇസ്ലാമിയുടെ വിനയം. ഇനിയും നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ എറണാകുളത്തേക്ക് പോവുക. അവിടെ പഴയ ജമാഅത്തെ ഇസ്ലാമി സഹയാത്രികനും ജമാഅത്തെ ഇസ്ലാമിയുടെ സർവസ്വവുമായിരുന്ന ഹാഷിം ഹാജിയുണ്ട്. അദ്ദേഹത്തെയും നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. രാത്രികാലങ്ങളിൽ ആയോധന മുറകൾ നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയകാല കഥകളെക്കുറിച്ച്, അതേ ഗുണ്ടകൾ, ചോറ് കൊടുത്ത് പോറ്റി വളർത്തിയ ഗുണ്ടകൾ ഹാഷിം ഹാജിക്ക് നേരെ ജമാഅത്തെ ഇസ്ലാമി പ്രയോഗിച്ചു. അതിനെക്കുറിച്ച് അദ്ദേഹവും പറഞ്ഞു തരും. ഇനിയും നിങ്ങൾക്കറിയണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രൂരതകളെക്കുറിച്ച് ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞു തരും. മാർക്കറ്റിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ കോഴിക്കോട് വെച്ച് ഒ അബ്ദുള്ള സാഹിബിന് 4 എണ്ണം കൊടുക്കണമായിരുന്നു. ഞാൻ തല്ലണം എന്നല്ല പറഞ്ഞത്. മാന്യമായി മൈക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെ ചർച്ചകളെ മുഴുവനും ഏകപക്ഷീയമായി മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാന്യദേഹമുണ്ട്. അത് മീഡിയ ചാനലിൽ മാത്രമല്ല കഴിയുക, ഇതേപോലുള്ള സ്റ്റേജിലും വേണമെങ്കിൽ കഴിയും. നിങ്ങൾ സ്ഥാപിച്ച സ്റ്റേജിൽ വെച്ച് ഒ അബ്ദുള്ള സാഹിബ് നിങ്ങൾക്കെതിരെ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി കൊടുക്കാമായിരുന്നു. അദ്ദേഹം ഉന്നയിച്ചത് ചില്ലറ കാര്യമല്ല. അത് ഏതോ ഒരു കാർക്കൂൻ മെമ്പറെ കുറിച്ചല്ല പറഞ്ഞത്, ഏതോ ഒരു വഴിയാത്രക്കാരനായ ഒരു തൊഴിൽക്കാരനെ കുറിച്ചല്ല പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തലതൊട്ടപ്പനായ അമീർ സിദ്ദീഖ് ഹസൻ, മുൻ അമീർ സിദ്ദീഖ് ഹസനെ കുറിച്ചാണ്. കഴിഞ്ഞില്ല. ഇനിയും അദ്ദേഹം എണ്ണിയത് ടി കെ അബ്ദുള്ള സാഹിബ് എന്ന് പറയുന്ന മറ്റൊരു ജമാഅത്തെ ഇസ്ലാമി ആചാര്യനെ കുറിച്ചാണ്. കഴിഞ്ഞില്ല. ഇനിയും അദ്ദേഹം എഴുതിയത് അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന നിങ്ങളുടെ ഇന്നത്തെ അസിസ്റ്റന്റ് അമീറിനെ കുറിച്ചാണ്. ഇനിയും അവസാനിച്ചില്ല. ഒരുപാട് മാന്യദേഹങ്ങൾ അതിൽ വരിയായി കടന്നു വരുന്നുണ്ട്. അവരൊക്കെ ചെയ്ത പ്രവൃത്തി എന്താണ്? അത് ഏറ്റവും നല്ല പ്രവൃത്തി. ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ചെയ്യേണ്ട മാന്യമായ പ്രവൃത്തി അതെന്തെല്ലാമാണ്? ജോലി ചെയ്യാതെ ശമ്പളം പറ്റുക. ആരിഫ് അലി സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ അടുത്ത് ടി കെ അബ്ദുള്ള സാഹിബിന് ശമ്പളം കൊടുക്കട്ടെ എന്ന് വന്ന് ചോദിച്ചു. അദ്ദേഹം ജോലിക്ക് വരാറില്ല, ശമ്പളം കൊടുക്കണോ? സിദ്ദീഖ് ഹസൻ സാഹിബിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല, ശമ്പളം കൊടുത്തേക്കൂ. ഒ അബ്ദുള്ള സാഹിബ് പറയുന്നത് ഇതൊരു ഉപകാര സ്മരണയാണ്. ടി കെ അബ്ദുള്ള സാഹിബിന് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അമീറിന്റെ കസേര അന്നോടെ തകിട് പൊടിയാവും. മനോഹരം ആരിഫ് അലി എന്ന ഈ അമീർ എങ്ങനെയാണ് ഈ കസേരയിൽ ഇരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഒ അബ്ദുള്ളയ്ക്ക് ശേഷം ഈ കിടപ്പറയിൽ നിന്ന് ആരും പുറത്തേക്ക് വന്നിട്ടില്ല ഇതുവരെ. അവരെന്ന് വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ വരുമ്പോ എന്തെല്ലാം കിടപ്പറ രഹസ്യമാണ് അവർ ഞങ്ങളോട് ഓതിത്തരിക. ഈ ലോകത്തെ ഈ കേരളീയ സാമാന്യ ജനം എന്തെല്ലാം കേൾക്കേണ്ടി വരും എന്ന് ഞങ്ങൾക്കറിയില്ല. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖത്ത് നോക്കി പാര വെക്കുന്നവനാണ് എന്നാണ് അബ്ദുള്ള സാഹിബ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല. ഇതൊന്നും ഞങ്ങൾ പുതുതായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല. ഇതൊക്കെ ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞതാണ്. ഒരാവശ്യവുമില്ലാതെ ശ്രീമാൻ ടി കെ അബ്ദുള്ള സാഹിബ് അദ്ദേഹം കുറ്റ്യാടിയിൽ നിന്ന് ശാന്തപുരത്തേക്ക് എല്ലാ ദിവസവും അംബാസഡർ കാർ ഓടിക്കും. എന്നിട്ട് വെറും 1 മണിക്കൂർ സമയം ശാന്തപുരം കോളേജിൽ എന്തോ ക്ലാസ് എടുക്കും. ആദ്യമൊക്കെ ക്ലാസ്സിൽ കുറച്ച് കഴമ്പുണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു. പിന്നെ എന്തുണ്ട്, അദ്ദേഹം വെടിതീർന്ന ഒരു വെറും തോക്കാണ് എന്ന് ഒ അബ്ദുള്ള സാഹിബ് പലയിടത്തും പറഞ്ഞു വെക്കുന്നുണ്ട്. 4 അക്കം അദ്ദേഹം വൗച്ചർ എഴുതി കീശയിലേക്ക് താഴ്ത്തും. ഇങ്ങനെ കീശയിൽ താഴ്ത്തിയ 4 അക്കവും ടി കെ അബ്ദുള്ള സാഹിബിന്റെ കാറ് ഇവിടെ നിന്ന് ശാന്തപുരത്തേക്ക് പെരിന്തൽമണ്ണയിലേക്ക് ഓടിയ കാറിന്റെ വാടകയും അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ ശമ്പളവും ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ അമീർ സൂക്ഷിച്ചു വെക്കുന്ന ഖജനാവിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് നീക്കിവെച്ചു കൊടുക്കേണ്ടതാണ്. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഏറ്റവും മഹത്തായ
ഉത്തരമായ പ്രവർത്തനങ്ങളുടെ മേന്മകളാണ് ഒ അബ്ദുള്ള സാഹിബ് നമ്മളോട് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞില്ല, ധാരാളം പറയാനുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് മറ്റൊരു സെമിനാർ സംഘടിപ്പിക്കാം. അബ്ദുള്ള സാഹിബിനെ നിർത്തി നമുക്ക് പൊരിക്കാം. സോളിഡാരിറ്റിക്കാരെ, വീരശൂരപരാക്രമികളായ യുവശിംഗങ്ങൾ മുന്നോട്ട് വരിക. എന്നിട്ട് നമുക്ക് ഈ സ്റ്റേജ് കെട്ടിയിട്ട് ഒ അബ്ദുള്ള സാഹിബുമായി ഒരു ഗുസ്തി നടത്തി നോക്കാം. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്നറിയാം. ആദ്യം സ്വന്തം അടുക്കള നന്നാക്കിയിട്ട് പോരെ ആരാന്റെ അടുക്കളയിൽ വേവുന്ന മാംസത്തിന്റെ വൃത്തികേടിനെ കുറിച്ച് പറയാൻ? എന്നിട്ട് പോരെ എന്നൊരു സംശയം. മാന്യതയുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇപ്പോൾ വിഷമം ഉണ്ടാവില്ല. കാരണം ഒ അബ്ദുള്ള സാഹിബ് മുമ്പ് പറഞ്ഞത് പഴയ ആലയത്തിലേക്കുള്ള വിളി പ്രതീക്ഷിച്ചിരിക്കുന്ന ഷണ്ടനല്ല ഞാൻ. ഇനി അങ്ങനെ വിളിച്ചാൽ ഒരു ഒ അബ്ദുള്ള അങ്ങോട്ടേക്ക് ഓടി വരില്ല എന്ന് പണ്ട് ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് അബദ്ധം പറഞ്ഞു പോയതാണ്. അത് ദേഷ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വൈരാഗ്യം കൊണ്ട് നാവിൽ നിന്ന് അറിയാതെ അടർന്നു വീണ ഒരു ശാപവാക്കാണ് അദ്ദേഹം സോളിഡാരിറ്റിക്കാർ വിളിച്ചാൽ വരും. കോഴിക്കോട്ട് വന്നിട്ടുണ്ട്, സോളിഡാരിറ്റിക്കാർക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്ര മോശക്കാരനൊന്നും അല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്റ്റേജിലിരുത്താം. എന്നിട്ട് മാന്യമായി നമുക്ക് അദ്ദേഹവുമായി ഒരു പഞ്ചഗുസ്തി നടത്തി നോക്കാം. ശരിയൊന്ന് ജനങ്ങൾ അറിയട്ടെ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒ അബ്ദുള്ള സാഹിബിന്റെ ഈ വികൃതികളെക്കുറിച്ച്. ഇനിയും ധാരാളം പറയാനുണ്ട്. ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ എന്ന് പറയുന്ന ഒരു സുഹൃത്തും ജമാഅത്തെ ഇസ്ലാമിയിലെ ഒരു സുഹൃത്തും അമ്മാർ കീഴുപറമ്പ് എന്ന് പറയുന്ന സഹോദരനും രണ്ടുപേരും ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നത പട്ടം അലങ്കരിച്ചവരാണ്. ഇവർ രണ്ടുപേരും തമ്മിലൊരു കുടുംബ വഴക്കുണ്ടായി. ഈ കുടുംബ വഴക്കിനകത്ത് സ്വാഭാവികമാണ് അമീർ എന്ന ആരിഫ് അലി അദ്ദേഹം ഇടപെടാതിരിക്കില്ല. അദ്ദേഹം ഈ വിശാലമായ കേരള ലോകത്തെ ഖലീഫയാണ്, വലിയ അധികാരമുള്ള ആളാണ്. ഇസ്ലാമിൽ അമീർ എന്ന് പറഞ്ഞാൽ വലിയ അധികാരമാണ്. അനുയായികൾക്കിടയിൽ തർക്കമുണ്ടായാൽ തർക്കം പരിഹരിക്കണം. പ്രശ്നമുണ്ടായാൽ അത് കോടതിക്ക് മുമ്പിലേക്ക് വരും. കോടതി അത് തീർപ്പ് കൽപ്പിക്കും. കട്ടാൽ കട്ടവന്റെ കൈവെട്ടും, നിസ്കരിക്കാത്തവന്റെ തലവെട്ടും. ഇതൊക്കെയാണ് അമീറിന്റെ ഖലീഫയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറയില്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇസ്ലാമിക ഖിലാഫത്തിലെ ഖലീഫയുടെ ധർമ്മം എന്ന് പറയുന്നത്. കട്ടവന്റെ കൈവെട്ടണം, കളവ് പറഞ്ഞവനെ ശിക്ഷിക്കണം, നിസ്കരിക്കാത്തവന്റെ തലവെട്ടണം. പിന്നെയുണ്ട് കുറേ കാര്യങ്ങൾ. ഞാനിപ്പോ തൽക്കാലം അതിലേക്ക് വരുന്നില്ല. വ്യഭിചരിച്ചവന് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഇതൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമത്തില് തെക്കൻ കേരളത്തിലെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയിലെ നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു പണ്ഡിതന്റെ ഒരു ലൈംഗിക വികൃതിയെക്കുറിച്ച് ചിത്രസഹിതം ഒരു വാർത്ത വന്നിരുന്നു. നിങ്ങളും വായിച്ചു കാണും. ഒരു മുസ്ലിം പണ്ഡിതന്റെ പേര് വെച്ച് ലൈംഗിക ചൂഷണത്തിന്റെ ഒരു കഥ. അതിന് തൊട്ടു മുമ്പ് അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ തരുൺ തേജ്പാൽ, അദ്ദേഹം ഒരു സ്ത്രീയെ കയറി പിടിച്ചതിന്റെ പേരിലുള്ള പുകിലും നമ്മൾ സചിത്രം മാധ്യമത്തിൽ നിന്ന് വായിച്ചു. ഗംഭീരൻ സ്റ്റോറിയായിരുന്നു. പക്ഷേ മങ്കട ഇമാം എന്ന് പറയുന്ന തിരുവനന്തപുരം പാളയംപള്ളിയിലെ ഇമാമിന്റെ കഥ ഞങ്ങൾ പത്രത്തിൽ വായിച്ചില്ല. ഒരു സംശയം. ഞാൻ അതിരാവിലെ ARന് വിളിച്ചു. സർ, ഇതുകൂടി വരേണ്ടതായിരുന്നില്ലേ? ശരിയാണ്, അദ്ദേഹത്തിന് ചെറിയ ഒരു സ്ഖലിതം സംഭവിച്ചു. ചെറിയ സ്ഖലിതം. ഞാൻ ARന്റെ ഭാഷയാണ് പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിന് പറ്റിയതൊരു ചെറിയ സ്ഖലിതം മാത്രമാണ്. സംശയമൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അതിന്റെ വിശദാംശം തേടി പോകുന്നൊന്നുമില്ല. ഒരു സംശയം ചോദിച്ചതാണ്. കാരണം മറ്റു പത്രത്തിലൊക്കെ ഞങ്ങൾ അത് വായിച്ചു. എന്റെ മാധ്യമത്തിൽ വരാതിരുന്നത്? ക്ഷമിക്കണം, അദ്ദേഹം കേന്ദ്ര ശൂറ അംഗമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെ മഹത്വം, വലിയൊരു പണ്ഡിതനാണ്, പാളയംപള്ളിയിലെ ഇമാമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇകഴ്ത്താൻ പാടില്ല. ശരി, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് ഇത്തരം ആളുകളുടെ മാന്യത മുഖം പിച്ച് ചീന്തരുത്. ഞാൻ പറഞ്ഞു വന്നത്, ഖലീഫയ്ക്ക് വലിയ അധികാരങ്ങളുണ്ട്. ഖലീഫ ഇവിടെ ഇടപെട്ടു. എന്നിട്ട് നീതിപൂർവം അവിടെ ഉത്തരവ് പുറപ്പെടുവിച്ചു.
ഉത്തരവ് സ്വാഭാവികമായും അമ്മാർ കീഴുപറമ്പിനെതിരായിരുന്നു. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ അതിന്റെ പേരിൽ തർക്കമുണ്ടായി. ഒരു വൈകുന്നേരം അമ്മാർ കീഴുപറമ്പിന്റെ ശരീരത്തിലേക്ക് ഒരു കാറ് ചീറി വന്നു. അത്ഭുതകരമായി തലനാരിഴയ്ക്ക് അമ്മാർ കീഴുപറമ്പെന്ന ഈ സഹോദരൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനൊരു കോൾ വന്നു. നിങ്ങൾക്ക് വന്ന ഈ അത്യാഹിതം ജമാഅത്തെ ഇസ്ലാമി എന്ന പരിശുദ്ധ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ നിങ്ങൾ എഴുതിയതുകൊണ്ടാണ്, നിങ്ങൾ പ്രസംഗിച്ചതുകൊണ്ടാണ്, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. അമ്മാർ കീഴുപറമ്പ് വിറച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി മേലിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഞാൻ മിണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ സഹോദരൻ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ശിഹാബുദ്ദീൻ ഇബ്നു ഹംസയ്ക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ചിത്രം കിടന്ന് വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വേവതു കൊണ്ടു. അസ്വസ്ഥനായി. അദ്ദേഹം നേരെ അമ്മാർ എന്ന സഹോദരനെ വിളിച്ചു. സുഹൃത്തെ, സഹോദര, എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചെയ്തു പോയ തെറ്റോർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞാനാണ് നിന്നെ കൊല്ലാൻ ശ്രമിച്ച് നിന്റെ മേൽ വണ്ടി കയറ്റിയത് എന്നാണ് സഹോദരൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയിലെ ഐക്യം ഏറ്റവും മഹോന്നതം. ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ അച്ചടക്കവും സ്വഭാവ വിശുദ്ധിയും ഇതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പുറത്ത് പറയുന്നതൊന്നും അകത്ത് പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ്. റിയാദ് സാഹിബ് പറഞ്ഞതുപോലെ എപ്പോഴും അവനവന്റെ കയ്യിലെ തെറ്റ് ബോധ്യപ്പെടാതിരിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരോട് വളരെ വലിയ വിരോധം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന അറിയപ്പെടുന്ന അസഹിഷ്ണുക്കളാണ് മൗദൂദിസ്റ്റുകൾ. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ആശയപരമായി കാര്യം ബോധ്യപ്പെട്ട ആരെങ്കിലും പുറത്തു പോയാൽ വെറുതെ വിടില്ല അവര്. അതുകൊണ്ടാണ് അമ്മാറിനും സലാഹുദ്ദീൻ അയ്യൂബിക്കും ഹാഷിം ഹാജിക്കും റിയാദ് സാഹിബിനും ഒക്കെ ക്രൂരമായി ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തും പറയും എന്ന് പറയുന്നത് റിയാദ് സാഹിബാണ്. ഞാൻ 5 വിവാഹം ചെയ്തവനാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ നാട് മുഴുവൻ പറഞ്ഞു എന്നാണ് റിയാദ് സാഹിബ് പറയുന്നത്. ഹൈദരാബാദിൽ ഒരു അമുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ച് അവിടെ സുഖവാസം അനുഭവിക്കുകയാണ് റിയാദ് സാഹിബ് എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ആഴ്ച ഹൽക്കകളിലാണ്. അബ്ദുള്ള സാഹിബ് എന്ന് പറയുന്ന ആൾ മുന്തിയ പ്രതിയാണ് എന്ന് എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ് എടുത്ത് കേരളത്തിലെ മുഴുവൻ ശാഖകളിലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അമ്മാർ കീഴുപറമ്പിനെ കുറിച്ചും സലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ചും വളരെ ക്രൂരമായ, വളരെ മോശമായ വാക്കുകൾ കൊണ്ട് ഇവിടെ നുണകൾ, അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അപ്പോ പിന്നെ വന്നിരായ ഉസ്താദിനെതിരെ ഈ നുണക്കഥകൾ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിന് അസ്വസ്ഥപ്പെടണം? അത് ഞങ്ങളുടെ ജന്മാവകാശമാണ്, അത് ഞങ്ങളുടെ സ്വഭാവമാണ്, ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വഭാവം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുണ്ടാവുക. രാഷ്ട്രീയ മോഹം ഇവരുടെ ക്ഷമ കെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തം തള്ളയെപ്പോലും തള്ളി പറയേണ്ടി വന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മൗദൂദി ആശയം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഒരാശയമല്ല. അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു മൂടുപടം, ഒരു മുഖം മൂടി ആവശ്യമാണ്. ആ മുഖം മൂടി അണിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPIM-മായി എങ്ങനെയെങ്കിലും ഒരു ധാരണയുണ്ടാക്കി കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണം എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് പാവം അനുയായികളെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. സഖാവ് പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒരു നിലയ്ക്കും അംഗീകരിക്കാതെ വന്നപ്പോ ആ മോഹം കരിഞ്ഞുണങ്ങിപ്പോയി. പിന്നെ സാധ്യതയുണ്ടായിരുന്നത് മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുക എന്നതായിരുന്നു. മുസ്ലിം ലീഗിൽ
അതിനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്, വിശേഷിച്ചും MK മുനീറിനെ പോലെയും ഷാജിയെ പോലെയൊക്കെയുള്ള KM ഷാജിയെ പോലെയൊക്കെയുള്ള മുസ്ലിം ലീഗിലെ യുവ നേതൃത്വം മൗദൂദികളുടെ അതിനിശിത വിമർശകർ കൂടിയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിലേക്കുള്ള പ്രവേശനവും അസ്തമിച്ചു. ഇതിന്റെ ഇടയിൽ വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഹമീദ് വാണിമേൽ എന്ന് പറയുന്ന സുഹൃത്ത് മുസ്ലിം ലീഗിലേക്ക് പോയത്. എന്താണ് ഹമീദ് വാണിമേൽ മുസ്ലിം ലീഗിലേക്ക് പോകാനുണ്ടായ കാരണം? അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കപട രാഷ്ട്രീയം എന്നാണ്. പക്ഷെ ഒരു വിഷയമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ആർക്കും പുറത്തു പോവാം. ഒരു ആദർശ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് പോയാലോ? ഒരു മാഹിക്കാരൻ പുറത്തേക്ക് പോയപ്പോ അദ്ദേഹത്തിന് ഇവർ പതിച്ചു നൽകിയത് സംഘടനയുടെ ദേശീയ നേതാവ്, കാന്തപുരത്തിന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെയായിരുന്നു. അദ്ദേഹം ആരാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടുന്ന് കുറെ ആൾക്കാർ മൂട് തട്ടിപ്പോയല്ലോ. പോയതൊക്കെ ഷൂറയിലുള്ളവരും SIOയുടെ സംസ്ഥാന നേതാക്കളും ഒക്കെയായിരുന്നു. അവരൊക്കെ എന്തുകൊണ്ട് പോയി എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ആ രാഷ്ട്രീയ മോഹവും അസ്തമിച്ചപ്പോൾ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു പുതിയ സ്വപ്നമുണ്ട്. ആപ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഡൽഹിയിൽ തൽക്കാലമെങ്കിലും അധികാരത്തിൽ വന്നു. അസ്തമിക്കപ്പെട്ട എല്ലാ മോഹങ്ങളും സടകുടഞ്ഞ് വീണ്ടും കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു വന്നു. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ആപ്പിന്റെ പിറകിലാണ്. ആപ്പടിക്കപ്പെടുമെന്നായിരുന്നു സംശയമില്ല. കാരണം കെജ്രിവാളിന് നന്നായി അറിയാം ആരാണ് മൗദൂദി എന്നതിനെക്കുറിച്ച് അറിയാത്ത ഒരു രാഷ്ട്രീയ പൊട്ടനല്ല കെജ്രിവാൾ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ആപ് എന്ന ആം ആദ്മി പാർട്ടിയിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന ഈ മോഹം വെറുതെയാണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിക്ക് വീണ്ടും മുഖം മാറാതെ ഒരു നിവൃത്തിയുമില്ല. നേരത്തെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ആശയങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. പതുക്കെ പതുക്കെ എന്തുകൊണ്ട് മൗദൂദിയെ തള്ളിപ്പറയുന്നു? പെറ്റ തള്ളയല്ലേ, കാര്യം കഴിഞ്ഞാൽ തള്ളയെ തള്ളാമോ? ഇതാണോ നമ്മുടെ സംസ്കാരം? മൗദൂദി കൊള്ളുന്നവനല്ല എന്ന് പതുക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കഴിഞ്ഞ ലക്കം പ്രബോധനത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. മൗദൂദി മറ്റ് പണ്ഡിതന്മാരെ പോലെ ഒരു പണ്ഡിതൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ആശയവുമായും ഞങ്ങൾക്ക് അങ്ങോട്ട് യോജിക്കാനൊന്നും പറ്റില്ല. പിന്നെയോ ചിലതൊക്കെ ഞങ്ങൾ യോജിക്കും, ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് വെച്ചു. പക്ഷേ തൊട്ടു താഴെ ആരിഫ് അലിക്ക് ഇങ്ങനെ കൂടി പൂർത്തീകരിക്കേണ്ടി വന്നു. അതെന്താണ്? മൗദൂദിയുടെ ചിന്തയെ പഠന വിധേയമാക്കാൻ മാത്രമുള്ള കേൾപ്പുള്ള വിവരമുള്ളവർ കേരളത്തിലില്ല. അതുകൊണ്ടാണ് മൗദൂദി ആശയങ്ങളെ രാക്ഷസവൽക്കരിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ്. എന്താണ് ഈ വിരുദ്ധ അഭിപ്രായത്തിന്റെ താല്പര്യം? തല നരച്ച ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇവിടെ ഇപ്പോഴും ഉണ്ട്. അവര് ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാനപരമായ ആശയങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മൗദൂദിസം അല്ലെങ്കിൽ ഇവിടുത്തെ ഈ രാഷ്ട്രീയ മുന്നേറ്റം ഇത് അപകടകരമാണ്. ഈ അസ്തിത്വ തളർച്ച, ഈ അടിസ്ഥാന ആഭ്യന്തര പ്രശ്നം പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എന്റെ വെറും ഒരു അവകാശവാദമായി ഉന്നയിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ ജമാഅത്തെ ഇസ്ലാമി പോലും അംഗീകരിക്കുന്നില്ല. ഇവർക്കൊരു ഒരു വികൃതി കൂടിയുണ്ട്. എന്തും ചെയ്യും, ആരെയും തള്ളി പറയും. നേരത്തെ തള്ളി പറഞ്ഞത് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഞങ്ങൾ, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് പുലബന്ധമില്ല. പിന്നെ എന്തേ ഈ മുല്ല തൂക്കിക്കൊല്ലപ്പെട്ടപ്പോ കേരളത്തിൽ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങളും ബാനറുകളും ഒക്കെ ഞങ്ങൾ ഈ തെരുവിൽ വായിച്ചല്ലോ. അമീർ ആരിഫ് അലിയുടെ വലിയൊരു പ്രസ്താവനയും വായിച്ചല്ലോ. ബംഗ്ലാദേശിലെ ഈ മുല്ലയുമായി ലഷ്കർ-എ തൊയ്ബ നേതാവ് ഹാഫിസ് മുഹമ്മദിന് മാത്രമല്ല ബന്ധം, ഞങ്ങൾക്ക് കൂടി ഉണ്ട് എന്നല്ലേ ആ പത്രപ്രസ്താവനയിൽ നിന്ന് ഞങ്ങൾ വായിക്കേണ്ടത്? എന്നാൽ ഞങ്ങൾക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായും ബന്ധമില്ല. അഖിലേന്ത്യാ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? അശേഷം ബന്ധമില്ല. അത് ആരിഫ് അലി പറയുന്നതിന് പകരം ആരിഫ് അലിയുടെ കൊച്ചുമോൻ, ഞാൻ മോശമായി പറഞ്ഞല്ല കേട്ടോ, ഞങ്ങളെയൊക്കെ അങ്ങനെ വിചാരിക്കരുത്.
ഞങ്ങള് ഈ അപഹാസ്യത്തിന്റെ വൃത്തികേടുകളുടെ ഭാഷ ഞങ്ങൾക്ക് അറിയില്ല. എന്നെ വന്നിലായ ഉസ്താദിന്റെ കൊച്ചുമോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ പറഞ്ഞതാണ് ആരിഫ് അലിയുടെ കൊച്ചുമോൻ എന്ന്. ടി മുഹമ്മദ് വേളം അദ്ദേഹം അഖിലേന്ത്യാ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി, നിഷ്കരുണം തള്ളി. എന്തായിരുന്നു വിഷയം? ഡൽഹിയിൽ ഒരു ബലാത്സംഗം നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വലിയ ചർച്ചയായിരുന്നു അത്. ആ ചർച്ചാ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം ഒരു പത്രപ്രസ്താവന ഇറങ്ങി. ബലാത്സംഗം ഉണ്ടാവാതിരിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ, പുരുഷന്മാർ ഈ സമ്മിശ്ര ജീവിത രീതി അവസാനിപ്പിക്കണം. അതുകൊണ്ട് മേലിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു സ്കൂൾ ക്ലാസ് റൂം, ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം മറ്റൊരു ക്ലാസ് റൂം. ഇതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രസ്താവന. ഉടനെ വേളം അദ്ദേഹം ഞെട്ടി ഉണർന്നു. ഉണരാതിരിക്കാൻ നിവൃത്തിയില്ല. കോഴിക്കോട്ട് പാട്ടും കൂത്തും നടത്തി സ്പ്രിംഗിൽ വെച്ച് പ്രഖ്യാപിച്ചത് ജമാഅത്തെ ഇസ്ലാമി സ്ത്രീവിരുദ്ധ പ്രസ്ഥാനമല്ല, സോളിഡാരിറ്റി സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട് സോളിഡാരിറ്റിയിൽ സ്ത്രീരത്നങ്ങളെ കാണുന്നില്ല എന്ന ചോദ്യം വന്നപ്പോ ഒട്ടും പരിചയമില്ല ടി മുഹമ്മദ് വേളം. അദ്ദേഹം പറഞ്ഞു, വെറും ഒരു തീരുമാനത്തിന്റെ മാത്രം പ്രശ്നമാണ്. വെറും ഒരു തീരുമാനം. കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ കൂടിയിട്ട് ഒരൊറ്റ മിനിറ്റ്സ് സോളിഡാരിറ്റിയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നു എന്ന ഒരൊറ്റ തീരുമാനത്തിന്റെ പ്രശ്നം മാത്രമേ ഉദിക്കുന്നുള്ളൂ. അത് കേട്ട് ഹർഷപുളകിതരായ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയിലെ മഹിളാ രത്നങ്ങൾ, അതിലൊരുവളായ മഹദി ഡോക്ടർ റുബീന 2 ലക്കം മുമ്പ് പ്രബോധനത്തിൽ ഒരു പ്രതികരണം എഴുതി. സദസ്സ് നിറയ്ക്കാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രീതി മാറുന്നതിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. സോളിഡാരിറ്റി ആ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ ഞങ്ങളൊക്കെ സോളിഡാരിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, ആവേശം കൊണ്ട് ഇരിക്കപ്പുറതി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്ന് വേഗം കൂട്ടിത്തരണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സോളിഡാരിറ്റിയിൽ യുവ കോമരങ്ങളെക്കാൾ കോമരികളാവും. ഞാൻ കോമരികൾ എന്ന് ഉപയോഗിച്ചത് ഭാഷയെ ബലാത്കാരം ചെയ്തതല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രയോഗമുണ്ട് എന്ന് അബ്ദുള്ള സാഹിബ് മുമ്പ് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് കാർക്കൂൻ എന്ന് പറയുന്നത് അതിന്റെ സ്ത്രീലിംഗമായി കാർക്കൂനി എന്ന് വിളിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ എന്റെ വക ഒരു പുതുതായിട്ട് അങ്ങനെ പറഞ്ഞതല്ല എന്ന് സന്ദർഭോചിതമായി ഉറപ്പുണ്ട്. പറഞ്ഞു വന്നത്, സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ഒരു പ്രഖ്യാപനത്തിന്റെ മാത്രം കാതോർത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ലക്കം പ്രബോധനത്തിൽ ആരിഫ് അലി അതും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ കേരള ജമാഅത്തെ ഇസ്ലാമിയിൽ സോളിഡാരിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു തീരുമാനത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. തല നരച്ച പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇത് ദഹിക്കില്ല. കാരണം അവർ മൗദൂദി സിദ്ധാന്തം പഠിച്ച് പണ്ട് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ വോട്ട് ചെയ്യാതിരിക്കുകയും താകൂത്തിയൻ ഭരണകൂടത്തോടെ ഏത് രീതി സ്വീകരിക്കണമെന്ന പാഠം പഠിച്ച് അമർഷം കൊണ്ട് മസിൽ പിടിച്ചവരുമാണ്. അവരിപ്പോഴും ആ മസിൽ പിടുത്തം വിട്ടിട്ടില്ല. അബ്ദുൽ സാഹിബ് എന്ന് പറയുന്നത് ഇപ്പോഴും പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാറില്ല എന്നാണ്. പഠിച്ച പാഠം, പഠിച്ചുവെച്ച ഈ ധാർമ്മിക ബോധം അത് വലിച്ചെറിയാൻ പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോഴും തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ മൗദൂദിയുടെ സ്ത്രീ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അതാണ് ഇവിടെ നേരത്തെ പരാമർശിച്ചത്. പർദ്ദയെ IPH അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പർദ്ദയ്ക്കകത്തൊളിപ്പിച്ചു, പുറത്തേക്ക് കൊണ്ടുവന്നില്ല. ഇത് കണ്ടറിഞ്ഞ ആരോ പർദ്ദ ഒന്ന് പ്രസിദ്ധീകരിച്ചു മലയാളത്തിലേക്ക്, ഉടനെ കൊടുവാളെടുത്തു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജന്മാവകാശമാണ് മൗദൂദിയുടെ സാഹിത്യം വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത്. അത് നിങ്ങളാരും ചെയ്യണ്ട. കാരണം അങ്ങനെ നമ്മളാരെങ്കിലും മൗദൂദിയുടെ പർദ്ദയെങ്ങാനും വിവർത്തനം ചെയ്താൽ കള്ളി പുറത്തേക്ക് വരും. സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. സ്ത്രീകൾ ഹിജാബ് ധരിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സ്ത്രീ പുരുഷന്മാർ സമ്മിശ്രം നടന്നു പോവാൻ പറ്റില്ല. പെണ്ണുങ്ങൾ വലതുഭാഗത്തും പുരുഷന്മാർ ഇടതുഭാഗത്തുമായി നടന്നു പോവേണ്ടി വരും. തല താഴ്ത്തിയല്ലാതെ തെരുവിലിറങ്ങാൻ പറ്റില്ല. സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ക്യൂടെക്സും ലിപ്സ്റ്റിക്കും പൗഡറും ഉപയോഗിക്കാൻ പറ്റില്ല. സ്ത്രീ മനോഹരമായ സ്ത്രൈണ ശബ്ദം അത് പുറത്തേക്ക് വരാൻ പാടില്ല. എങ്ങനെയാണ് ഈ കേരളത്തിൽ ജീവിക്കുക? ഇത് ഈ പറയുന്നത് ജീവിക്കാൻ ഈ കാലത്ത് കഴിയില്ല എന്ന് പറയുന്നത് കറദാവിയാണ്. അദ്ദേഹം പുതിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പുതിയ കാലത്ത് അതൊന്നും കഴിയില്ല. അതുകൊണ്ട് നമുക്ക്
മൗദൂദി വെട്ടിമൂടാം എന്ന് കേരള ജമാഅത്തെ ഇസ്ലാമി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ത്രീകൾ എന്ന് പറയുന്നത് പാർട്ടി വളർത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും മുന്തിയ ഒരു മാർഗമാണ്. അതുകൊണ്ട് സോളിഡാരിറ്റിയിൽ നാളെ സ്ത്രീകൾ വരും. കുറച്ചുകൂടി നിങ്ങൾ ക്ഷമിക്കണം. കുറച്ച് തലനരച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർവ്വഗാമികൾ കൂടിയുണ്ട്. അവരാദ്യം ഒന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് മൗദൂദിയെ മൊത്തമായി കബറടക്കം ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ത്രീകളെ കൊണ്ടുവരാം. സ്ത്രീകളെ മാത്രമല്ല, എന്തും കൊണ്ടുവരാം. എന്താ കൊണ്ടുവരാൻ പറ്റാത്തത്? നേരത്തെ മാധ്യമത്തിൽ നിങ്ങൾക്ക് സ്ത്രീകളുടെ പരസ്യം കാണാൻ ആദ്യകാലങ്ങളിൽ അശ്ലീല പരസ്യങ്ങളൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞതല്ല. ജമാൽ കൊച്ചങ്ങാടി എന്ന് പറയുന്ന മാധ്യമത്തിന്റെ പഴയ ഒരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊരു സ്റ്റോറി ചെയ്തു, അത് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ ദുരന്തങ്ങളെക്കുറിച്ച്, അതിന്റെ ദൂഷ്യങ്ങളെക്കുറിച്ചായിരുന്നു. ഞാൻ ഡിസൈൻ ചെയ്തു വെച്ചു. ഒരു 2 കണ്ണ് മാത്രം ലേഔട്ട് ചെയ്തപ്പോ 2 കണ്ണ് മാത്രം മുന്നിൽ വെച്ചിട്ട് ഗംഭീരമായി ഈ ലേഖനം ചേർത്ത് വെച്ചു. AR വന്ന് നിഷ്കരുണം അത് വെട്ടി. AR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കണം. അദ്ദേഹം വന്ന് വെട്ടി. നിങ്ങൾക്കറിയില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് എന്തായാലും അറിയാം. ഇനി നിങ്ങൾ അങ്ങനെ അറിഞ്ഞോളണമെന്നൊന്നും ഇല്ലാതാനും, അറിയുന്നവർ മാത്രം പറഞ്ഞാൽ മതി ഈ കേസ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഈ കണ്ണ് 2ഉം വെട്ടി. കാരണം ചോദിച്ചു. പാവം ജമാൽ കൊച്ചങ്ങാടി. അദ്ദേഹത്തോട് AR പറഞ്ഞത്, മാധ്യമം പത്രത്തിൽ സ്ത്രീകളുടെ അവയവങ്ങൾ കാണിക്കാൻ പാടില്ല. എന്താണ് ഈ സ്ത്രീ അവയവം? 2 കണ്ണ്. M മുകുന്ദന്റെയും OV വിജയന്റെയും ഒക്കെ ലേഖനം തിരസ്കരിച്ചു ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി. എന്തുകൊണ്ട്? അതിൽ അശ്ലീലം ഉണ്ടോ എന്നൊരു സംശയം. നിങ്ങൾക്ക് ഇപ്പോ ഓക്കാനം വരുന്നുണ്ടോ? പുതിയ മാധ്യമം വായിച്ചാൽ നിങ്ങൾക്ക് അശ്ലീലങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. അത്രമാത്രം ഇടകലർന്നു കഴിഞ്ഞു. അപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. പ്രബോധനത്തിൽ സ്ത്രീ ചിത്രം വരില്ല. പരസ്യം വരുമ്പോ, അതില് ജ്വല്ലറിയുടെ പരസ്യം വരുമ്പോ എന്തായാലും നീണ്ട കഴുത്ത് വേണം. പുതിയ സംസ്കാരം അങ്ങനെയാണ്. ക്ലോസറ്റിന്റെ പരസ്യമാണെങ്കിൽ പോലും നമ്മുടെ തെരുവിൽ വലിയ പരസ്യ പലകയിലായിട്ട് ഐശ്വര്യറായി പുഞ്ചിരിച്ചു നിൽക്കണം. അങ്ങനെ പരസ്യ കമ്പനികൾ പരസ്യം കൊടുക്കൂ. മാധ്യമം അതിനോട് ജമാഅത്തെ ഇസ്ലാമി കർക്കശമായ നിലപാട് സ്വീകരിക്കും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ ഒരു പരസ്യ കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടുണ്ട് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്തു പറഞ്ഞാലും ഉടനെ പറയും, ഞങ്ങൾക്ക് അവിടെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഒരു സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വേദിയുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടു. അതുകൊണ്ട് പരസ്യത്തിലും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. എന്താണ് പരസ്യത്തിലെ കാഴ്ചപ്പാട്? സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് മാധ്യമത്തിൽ വരുന്ന പരസ്യം പ്രബോധനത്തിൽ വരുമ്പോ സ്ത്രീകൾക്ക് പകരം അവിടെ പൂമ്പാറ്റ വരും, പൂവ് വരും, ഒരു കൊച്ചു കിളി വരും, സ്ത്രീ വരില്ല. ഇതായിരുന്നു പഴയ നിലപാട്. എന്നാൽ പതുക്കെ പതുക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലും അതുപോലെ പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ സ്ത്രീ സാന്നിധ്യം വരാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഇവിടെ ARന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ഒരു സെമിനാറിൽ വെച്ച് ചോദിച്ചു, എന്തുകൊണ്ട് മാധ്യമത്തിൽ സ്ത്രീ പത്രപ്രവർത്തകർ ഉണ്ടാവുന്നില്ല, പത്രപ്രവർത്തകമാരുണ്ടാവുന്നില്ല? അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. കാരണം മൗദൂദി സിദ്ധാന്തം കൃത്യമായി പഠിച്ച അബ്ദുറഹ്മാൻ സാഹിബിന് മറുപടി പറയാൻ ഒട്ടും സംശയിക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞു, സ്ത്രീ പത്രപ്രവർത്തകന്മാരുണ്ടായാൽ പുരുഷന്മാരുമായിട്ട് ഇങ്ങനെ സമ്മിശ്രമായിട്ട് ഇടപഴകുമ്പോൾ സ്വാഭാവികമായും അരുതാത്തതൊക്കെ സംഭവിച്ചു പോകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല പത്രങ്ങളിലും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തരുൺ തേജ്പാൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ കുറിച്ച് മാധ്യമത്തിൽ പോലും എഴുതേണ്ടി വന്നത്. അതുകൊണ്ട് സ്ത്രീകളെ ഇങ്ങടെ കൊണ്ടുവരാൻ പറ്റില്ല എന്നായിരുന്നു ARന്റെ പഴയ മറുപടി. എന്നാൽ ഇന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, അങ്ങനെ സ്ത്രീകളെ മാധ്യമത്തിലോ പ്രബോധനത്തിലോ, അല്ലെങ്കിൽ ഈ മാധ്യമം പ്രബോധനം ഇത് രണ്ടും പറയുമ്പോൾ മാധ്യമം ഒരു പത്രവും പ്രബോധനം ഒരു ഇസ്ലാമിക പത്രവുമാണ്. അങ്ങനെയാണോ? ഞാനൊരു സംശയം ചോദിച്ചതാണ്. ഇത് രണ്ടും 2 ഭാഗത്തു നിന്ന് വരുന്നതാണോ? അല്ല. ഒരേ തറവാട്ടിൽ നിന്ന് ഒരേ ഉമ്മ പെറ്റ 2 മക്കൾ, ഒരു പ്രസ്ഥാനത്തിന് 2 ആശയം. നേരത്തെയുള്ള വൈരുദ്ധ്യാണിത്. ഒരു പ്രസ്ഥാനത്തിന് 2 ആശയം. സ്ത്രീ സമീപനത്തിൽ ഒരു പ്രസ്ഥാനം പെറ്റിട്ട 2 മക്കൾ 2 മുഖം പ്രദർശിപ്പിക്കുന്നു. കഷ്ടം, വൈരുദ്ധ്യം, വിരോധാഭാസം. വേറെന്തെങ്കിലും പറയാനുണ്ടതിൽ? ഇത്രയേ ഉള്ളൂ. ഇനി മീഡിയ 1 എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ വന്നിരിക്കുന്നു.
ജമാഅത്തെ ഇസ്ലാമിക്ക് മാധ്യമരംഗത്തും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, വിഷ്വൽ മീഡിയയിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ആരിഫ് അലി ദേഹത്തിന് സംശയമില്ല. മീഡിയ എന്ന് പറയുന്ന ചാനലിനെ ജനസമക്ഷം വിളംബരപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനിമേലിൽ പരസ്യ കമ്പനികൾ ഞങ്ങൾക്ക് വേണ്ടി മാറി ചിന്തിക്കേണ്ടി വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ചാനലിലെ പരസ്യങ്ങളിലെ ഈ സ്ത്രീ രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞറിയില്ല. ഇനിമേലിൽ മീഡിയ വൺ എന്ന് പറയുന്നത് ഒരു പുതിയ സംസ്കാരം കാണിച്ചു. പരസ്യത്തിൽ പോലും അശ്ലീലം ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോ മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നതിന് തിരിയിട്ട് തെരഞ്ഞാൽ കാണില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ആരിഫ് അലി പറഞ്ഞ ഈ മാധ്യമത്തെ കുറിച്ച്, ഈ മീഡിയ വണ്ണിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാ ചാനലിലും വരുന്ന പരസ്യവും മീഡിയ വണ്ണിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇല്ല. അത് മാത്രമല്ല, മാധ്യമം പത്രത്തിൽ സിനിമയുടെ പരസ്യം വരാറില്ല. പക്ഷെ മോഹൻലാലിനെ കെട്ടിപ്പിടിക്കും, ഉമ്മ വരും. മമ്മൂട്ടിക്ക് വേണമെങ്കിൽ ഒരു പട്ടട ചാർത്തി കൊടുക്കും, ഒരു പട്ട് വസ്ത്രം കൊണ്ട് കെട്ടിപ്പിടിച്ച് പുതച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മാധ്യമത്തിൽ സിനിമ പരസ്യം കൊടുക്കില്ല. സിനിമ അശ്ലീലമാണ്. മോഹൻലാൽ അദ്ദേഹം അങ്ങനെയല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ട ഒരാളായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല. അതേ മാധ്യമത്തിന്റെ സൃഷ്ടിക്ക് പിറകിൽ പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മലയാള ചലച്ചിത്രഗാനം, ഹിന്ദി ചലച്ചിത്രഗാനം, തമിഴ് ചലച്ചിത്രഗാനം. ഒരു സിനിമയിലെ ഏറ്റവും അശ്ലീലമായ രംഗം കിടക്കുന്നത് മുഴുവനും പാട്ട് ചിത്രീകരിക്കുന്നിടത്താണ്, സിനിമാ ഗാന ചിത്രീകരണ വേളയിലാണ്. അത് മുഴുവനും ഇപ്പോ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനകത്തുണ്ട്. ഭാർഗവി നിലയം എന്ന് പറയുന്ന ഒരു സീരിയലും ഉണ്ട്, പെണ്ണുങ്ങളെ സുഖിപ്പിക്കാം. ഇനിയിപ്പോ എന്താ ആവാത്തത്? നേരത്തെ ഇവിടെ നാടക മത്സരത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ആരിഫ് അലിയാണ് നാടക മത്സരത്തിന് കയ്യടി കൊടുത്തിരിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് അവാർഡും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ GIOക്കാര് മുഴുവനും നാടകം കളിച്ച് അവരവരുടെ നാടക അഭിനയ ശേഷി തെളിയിക്കട്ടെ. മാക്ബത്തും ഒതില്ലയും ഒക്കെ കളിച്ചിട്ട് നാടക വൈഭവം അവരങ്ങോട്ട് പ്രകടിപ്പിക്കട്ടെ. അങ്ങനെ പ്രകടിപ്പിച്ചാൽ എന്താ? നാളെ അവർക്ക് അവരുടെ അഭിനയശേഷിയുടെ മികവ് കൊണ്ട് വെള്ളിത്തിരയിലേക്ക് കയറിപ്പോവാൻ കഴിയും. അപ്പോഴോ സുസ്മിതാ സെന്നും കത്രീന കൈഫും കരീന കപൂറും ഒക്കെ ഇവരുടെ മുമ്പിൽ നാണിച്ച് തലകുനിച്ചു പോവും. കേരളത്തിലെ മഹിളാരത്നങ്ങളുടെ അഭിനയ പാടവം കണ്ടിട്ട്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ?